ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 5ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. 2025 സെപ്റ്റംബർ മാസം 1-ാം തീയതി ഈ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായമാകുന്ന ആമുഖ അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിച്ചത്. ഇന്ന് തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ 14, 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് യോഹന്നാൻ പത്മോസിൽ ആയിരുന്നപ്പോൾ കർത്തൃദിവസത്തിൽ ആത്മപുരുഷനായി സാക്ഷാൽ മഹത്വപൂർണ്ണനായിരിക്കുന്ന ക്രിസ്തുവിനെ യോഹന്നാൻ കാണുന്നതിനെക്കുറിച്ചാണ്. ഈ ആമുഖ അധ്യായത്തിൽ തന്നോട് സംസാരിക്കുന്നത് ആരാണെന്നുള്ളത്, അതിൻ്റെ ഉടമസ്ഥൻ, ആ ശബ്ദത്തിൻ്റെ വ്യക്തിത്വത്തെ താൻ ആത്മനിറവിൽ കാണുന്നതിനെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആമുഖ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് 7 സഭകളോടുള്ള ബന്ധത്തിലെ അതിൻ്റെ പ്രാരംഭ ഇൻട്രൊഡക്ഷൻ വാക്കുകൾ, അഥവാ അതിൻ്റെ ഓരോ സഭയെയും അഭിസംബോധന ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ 1-ാം അധ്യായത്തിൽ നാം ചിന്തിക്കുന്ന അതേ കാര്യങ്ങളാണ് അതിൻ്റെ അഭിസംബോധന വാക്കുകളായിട്ട് 7 സഭകളോടും പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 1-ാം അധ്യായം പഠിക്കുമ്പോൾ തന്നെ തുടർന്ന് അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ആവർത്തിച്ച് പഠിക്കുന്നുണ്ട്. കാരണം ഇവിടെ ആരാകുന്നു ക്രിസ്തു എന്ന് വെളിപ്പെടുത്തിയിട്ട് ആ ക്രിസ്തുവിൽ ഉള്ള പ്രത്യേകതകളെ, വിശേഷതകളെ, അവൻ്റെ ബാഹ്യരൂപത്തെ, അതുപോലെ തന്നെ അവൻ ആരാകുന്നു എന്ന് വെളിപ്പെടുത്തി സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് 2, 3 അധ്യായങ്ങൾ 7 സഭകളുടെ ബന്ധത്തിൽ തുടർന്ന് ആവർത്തിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് വീണ്ടും ആവർത്തിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ ഇത് പഠിച്ചു കഴിയുമ്പോൾ അതിനുള്ള ബന്ധത്തിൽ അത് വെളിപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് യേശുക്രിസ്തുവിൻ്റെ തലയും തലമുടിയെക്കുറിച്ചുള്ള വിഷയത്തിലാണ് നാം ചിന്തിച്ചത്. അത് വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെളുത്ത എന്നുള്ളത് ചിന്തിച്ചിരുന്നു. അതിൻ്റെ ആത്മീയാർത്ഥം മനുഷ്യപാപം രക്താംബരം പോലെ ചുമന്നതായിരുന്നു. ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ അതിനെ വെടിപ്പാക്കി നമ്മെ ശുദ്ധീകരിച്ച് വെണ്മയുള്ളതാക്കി തീർക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ കടിചൂപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ആയിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. യേശുവിൻ്റെ പ്രവചനം 1-ാം അധ്യായം 18-ാം വാക്യം പ്രവചനവാക്യമാണ്. അത് നിവൃത്തിയാകുന്നത് ക്രിസ്തുവിലാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം അത് ഉദ്ധരിക്കപ്പെടുമ്പോൾ അത് ആകുമെന്നല്ല ആയിരിക്കുന്നത്, ശുദ്ധീകരിക്കുന്നു. പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. അപ്പോൾ അത് സംഭവിക്കുന്ന കാര്യമാണ്. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്ത് നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപം പോക്കി എന്നല്ല പറയുന്നത്, സകല പാപവും. മനുഷ്യൻ്റെ ദേഹി ആത്മാവിലുള്ള സകല പാപത്തെയും സകല രോഗത്തെയും നീക്കുവാൻ ശക്തനായവനാണ് ക്രിസ്തു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ചിന്തിപ്പാനിടയെത്തുന്നത്. അതേക്കുറിച്ചാണ് വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെളുത്ത എന്നുള്ളത് നാം ചിന്തിച്ചത്. അതിനെ തുടർന്ന് യേശു ക്രിസ്തുവിൻ്റെ കണ്ണിനെക്കുറിച്ച് ഇവിടെ തേജോമനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കണ്ണിനെ ദർശിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയിലേക്കാണ് നാം ഇന്ന് രാത്രിയിൽ തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അവൻ്റെ കണ്ണ് അഗ്നിജാലിക്കൊത്തത്. മനുഷ്യപുത്രനായ യേശുവിൻ്റെ കണ്ണുകളെ യോഹന്നാൻ ദർശിച്ചിട്ട് പറയുകയാണത് അഗ്നിജാലിക്ക് തുല്യമായിട്ടുള്ളതാണെന്ന്. എന്നാൽ യേശു ക്രിസ്തുവിനെ, ജഡത്തിൽ വന്ന ക്രിസ്തുവിനെ യോഹന്നാൻ കണ്ടിരുന്നു. അവൻ്റെ മാറുവോട് ചാരിയിരുന്നവനാണ്. മറുമലയിൽ വെച്ച് രൂപാന്തരപ്പെട്ട ക്രിസ്തുവിനെ യോഹന്നാൻ കണ്ടിരുന്നു. ക്രൂശിൽ മരിച്ചു കിടന്ന ക്രിസ്തുവിനെ യോഹന്നാൻ കണ്ടു. പുനരുത്ഥാനം കഴിഞ്ഞ യേശുവിനെ കണ്ടു. സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവിനെ കണ്ടു. എന്നാൽ ഇവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി താൻ തേജസ്സിൽ എടുക്കപ്പെട്ട ക്രിസ്തുവിനെ, മൊലുമലയുടെ അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അതുവരെയും യേശു ക്രിസ്തു പുനരുത്ഥാന ശരീരത്തെ അവർ വെളിപ്പെട്ടെങ്കിലും ഭൂമിയിലായിരുന്ന സമയത്ത് തേജസ്സിലായിരുന്നില്ല. എന്നാൽ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് മേഘം വന്ന് മൂടിയ സമയത്താണ് അവൻ തേജസ്വീകരണം പ്രാപിച്ച് തേജസ്കരിക്കപ്പെട്ട് എടുക്കപ്പെടാത്ത, അതാർക്കും കാണാൻ കഴിയാത്ത വിധത്തിൽ മേഘം അവനെ ആവരണം മുകളിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അത് ആ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പത്മോസിൽ യോഹന്നാൻ കാണുന്നത്. അപ്പോൾ യോഹന്നാൻ കണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തലമുടിയെക്കുറിച്ച് കണ്ടു. അത് തലയും തലമുടിയെക്കുറിച്ച് കാണുവാനെത്തുന്ന ഒരു ആലോചന. അവൻ്റെ ചിന്ത മനുഷ്യപാപത്തെ പരിഹരിക്കുന്നതാണ്, നിർമ്മലമായിട്ടുള്ളതാണ്.
അത് ആ തലയിൽ തുടങ്ങി കണ്ണിലേക്ക് വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ണ് അഗ്നിയാലിക്കൊത്ത ഉള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകളെക്കുറിച്ച് നമ്മൾ ചോദിച്ചത് മാംസ നേത്രങ്ങളല്ല. യോബ് ചോദിക്കുന്നുണ്ട്, മാംസനേത്രങ്ങളോ നിനക്കുള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയോ നീ കാണുന്നത്. യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 4-ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാം ഉള്ളത് മാംസനേത്രങ്ങളാണുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ നേത്രങ്ങൾ, കണ്ണുകൾ മാംസനേത്രമല്ല. അവൻ്റെ മുമ്പിൽ സകലവും വെളിപ്പെടുന്നതാണ്. സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ കണ്ണുകൾ. നമുക്കറിയാം, റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി ഉപയോഗിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് മുഖാന്തരമായി ആന്തരിക അവയവങ്ങളുടെ ഒക്കെ എക്സ്റേയും അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ പരിശോധിക്കാൻ പറ്റിയതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ശാസ്ത്രം കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനെയും മറ്റുള്ള കാര്യങ്ങളെയും രക്തത്തെക്കുറിച്ചും ഒക്കെ വേണമെങ്കിൽ മനുഷ്യനെ കണ്ടുപിടിച്ചെടുക്കാം. പക്ഷേ അവൻ്റെ ഉള്ളിൽ രക്തത്തിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ജീവനെ കാണാൻ ഒരു ടെസ്റ്റിനും കഴിയത്തില്ല. അവൻ്റെ ഉള്ളിൽ ദൈവം അവൻ്റെ ജീവനിൽ കൊടുത്തിരിക്കുന്ന ആത്മാവിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പാരാമീറ്റേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യം ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ കൂടി ഒഴുകുന്ന ആ ആത്മാവിനെയും ജീവനെയും മനുഷ്യൻ വേർതിരിച്ചെടുക്കാൻ കഴിയത്തില്ല. എന്നാൽ അതിനെ കാണുവാൻ കഴിവുള്ള ദൈവത്തിന് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. അപ്പം മനുഷ്യനുള്ളത് മാംസനേത്രം. ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവൻ വചനമായിരുന്നു. നമ്മുടെ പോലെ മണ്ണുകൊണ്ടുള്ള മാംസമായിരുന്നില്ല ക്രിസ്തു ഉണ്ടായിരുന്നു. അവൻ്റെ വചനം, ശരീരം വചനമായിരുന്നു. അത് സകല മനുഷ്യരെ അറിയാം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു അവിടെ ഇരിക്കുമ്പോൾ തന്നെ അവനോട് സംസാരിക്കുമ്പോൾ അവന് സകലവും ദീർഘമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നത്. മനസ്സിൽ അവർ ചിന്തിക്കുന്നതിനെക്കുറിച്ചും അവർ മനസ്സിൽ ആലോചിക്കുന്നതിനെക്കുറിച്ചും യേശു സംസാരിച്ചിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യൻ്റെ അകത്തുള്ളത് എന്താണെന്നുള്ളത് സൃഷ്ടിതാവായ ദൈവത്തിന് കാണുവാൻ സാധിക്കും. നമുക്ക് പുറമേ ഉള്ളതിനെ കാണാനേ കഴിയുള്ളൂ. എന്നാൽ ദൈവം അകമയുള്ളതിനെയാണ് കാണുന്നത്. എന്താണ് മനുഷ്യൻ്റെ അകമയുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ അകത്തെ മനുഷ്യനെ കാണുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ കാണത്തുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ കണ്ണുകളെക്കുറിച്ച് നമുക്ക് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്ന യഹോവയുടെ കണ്ണ് തേജസ്സുള്ള കണ്ണാണെന്നാണ്. കാരണം യെശയ്യാവ് ആ ദർശനം കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ കണ്ണ് തേജസ്സുള്ളതാണെന്നും അത് സകലത്തെയും ശോധന ചെയ്യുന്നതാണെന്നും ആ തേജസ്സിന് മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നുള്ളതോ ഇല്ലെന്നുള്ളതും അവന് വെറുപ്പ് തോന്നുന്നതായിട്ടുള്ള ഒന്നും നമ്മൾ ചെയ്യരുത്. കാരണം തേജസ്സുള്ള കണ്ണുള്ള ദൈവത്തിന് ഒരിക്കലും അനീതി കണ്ട് രസിക്കാൻ കഴിയത്തില്ല. അവൻ അശുദ്ധി കാണുവാൻ കഴിയത്തില്ല. പറഞ്ഞുള്ള തേജസ്സുള്ള വിശുദ്ധനായ ദൈവത്തിന് ഒരിക്കലും നമ്മൾ വെറുപ്പ് ഉള്ളവരായി തീരാൻ പാടില്ല. നമുക്കും അങ്ങനെയാണല്ലോ. നമുക്കും കാണാൻ ഇഷ്ടമില്ലാത്തതിനെ നാം അതിനെ വെറുത്ത് കളയും, കാണാൻ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയെങ്കിൽ ഇരുളിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവരെ ദൈവത്തിന് കാണുമ്പോൾ വെറുപ്പാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സുള്ള കണ്ണിന്, വിശുദ്ധിയുള്ള കണ്ണിന് ദൈവം നോക്കുമ്പോൾ ദൈവത്തിനത് പ്രസാദമാകണമെങ്കിൽ വിശുദ്ധി ഉള്ളവരെ അതിന് ഇഷ്ടപ്പെടുകയുള്ളൂ. നമ്മളും അങ്ങനെയാണ്. നമുക്ക് കാണാൻ ഇഷ്ടമില്ലാതെ നമ്മൾ നോക്കത്തില്ല. അപ്പോൾ നോഹയുടെ കാലത്ത് ദൈവം മനുഷ്യത്തെ നോക്കിയപ്പോൾ അവർ മുഴുവൻ വഷളത്വമുള്ളവരായി തീർന്നതാണ്. ആ തേജസ്സുള്ള കണ്ണിന് അത് വെറുപ്പ് തോന്നുവാൻ ഇടയായി തീർന്നു. വെറുപ്പ് തോന്നിയപ്പോഴാണ് ദൈവത്തെ നശിപ്പിക്കാൻ ഇടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് കണ്ട തേജസ്സുള്ളതാണ്, വിശുദ്ധിയോടെ നോക്കുന്നതാണ്. അപ്പോൾ അശുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കണ്ടാൽ അത് ദൈവത്തിന് വെറുപ്പായി തോന്നും. അതുകൊണ്ട് നമ്മുടെ ജീവിതവും ദൈവസന്നിധിയിൽ നഗ്നവും മലർന്നവുമായിരിക്കണം. നാം ദൈവസന്നിധിയിൽ വിശുദ്ധരായി തീരുവാൻ നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ കർത്താവിന് ഒരിക്കലും വെറുപ്പ് തോന്നുവാൻ ഇടയാകാതെ നമ്മുടെ ജീവിതം എപ്പോഴും ദൈവസന്നിധിയിൽ നഗ്നവും മലർന്നവുമായിരിക്കണം. യഥാർത്ഥമായി വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ ഒളിവില്ലാത്ത, രഹസ്യങ്ങളില്ലാത്ത, സൂത്രങ്ങളില്ലാത്ത, ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ ഏത് സമയത്തും നിൽക്കത്തക്കവണ്ണമുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്ത്യ ജീവിതം എന്നതുകൊണ്ട് ദൈവവചനം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഓരോരുത്തരും പലരുടെയും കണ്ണിന് മുമ്പിൽ വെളിപ്പെടാൻ ഇഷ്ടപ്പെടത്തില്ല. കാരണം അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർക്ക് ഒരു വ്യക്തിയെ, അപ്പം ആ വ്യക്തിയെ കാണാൻ പറ്റത്തില്ലെങ്കിൽ അവർ വെളിപ്പെടുത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെപ്പോഴും ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നമുക്കെപ്പോഴും ദൈവത്തോട് അടുത്ത് വരാൻ കഴിയുമെങ്കിൽ അത് എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ്. നിശ്ചയമായിട്ടും അനേകർ ഓടി ഒളിക്കുമ്പോൾ ദൈവത്തോട് അകലാൻ കാരണം അവർക്ക് ദൈവത്തിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട്. എന്നാൽ നാം ഒരു കാലത്ത് ഒളിച്ചവരായിരുന്നു. ആദമുഹവയും പാപം ചെയ്തപ്പോൾ അവർ ഓടി ഒളിപ്പാൻ ഇടയാത്തീർന്നു. അല്ല, അവരെ തേടി വന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം അവരെ വിളിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള വീണ്ടെടുപ്പിൻ്റെ സന്ദേശം നൽകിയാണ്
അവരെ ഈ പാപം നിറഞ്ഞ ലോകത്തിലേക്ക്, ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് ജീവിതം ആരംഭിക്കാനിടയാത്തത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം തേടി വരുന്നതാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നാം ഓടി ഒളിച്ചാലും നമ്മെ കാണേണ്ടവൻ കണ്ടിട്ട് നമ്മളെ വിടിവിക്കേണ്ട സമയത്ത് വിടിവിക്കാൻ വേണ്ടി അവൻ്റെ ശബ്ദം കേൾക്കുവാൻ തരും. അപ്പോൾ ദൈവശബ്ദമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. ദൈവത്തിൻ്റെ വിളി കേട്ട് ഓടി ഒളിച്ചിരുന്ന പാപം മുഖാന്തരം, ഭയം മുഖാന്തരം മാറിപ്പോയ നമ്മെ അവൻ്റെ സ്വർഗീയ വിളിയാൽ വിളിച്ച് നമ്മെ ശുദ്ധീകരിച്ച് അവൻ്റെ സന്നിധിയിൽ എപ്പോഴും നമുക്ക് പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ഇടിവ് നിൽക്കുവാനും ഉള്ള ഒരു ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്. അപ്പോൾ യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണവിടെ നാവുകളും പ്രവർത്തികളും വിരോധമായിരിക്കും, ലക്ഷ്യം ഇടിഞ്ഞു പോകും, യഹൂദ വീണു പോകുമെന്നാണ് യെശയ്യാവെന്ന് പ്രവചിച്ചത്. അപ്പോൾ ദൈവത്തിന് വെറുപ്പ് തോന്നിയാൽ ദൈവം ഇടിച്ചു കളയും, അത് വീണു പോകും. എന്നാൽ ദൈവത്തിന് പ്രസാദമുണ്ടെങ്കിൽ നാം എത്ര ഇടിഞ്ഞു കിടന്നാലും ദൈവം പണിതെടുക്കുവാനായിട്ട്. നമ്മൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നവരായിരുന്നു, ലക്ഷ്യബോധമില്ലാത്തവരായിരുന്നു, നശിച്ചവരായിരുന്നു. എന്നാൽ നാശത്തിൽ നമ്മെ കോരിയെടുത്ത് നമ്മെ പണിതെടുത്ത അവൻ്റെ കണ്ണിന് നമ്മെ പ്രസാദമായി തീർന്ന ദൈവത്തിന് ഇന്ന് രാത്രിയിൽ സ്തോത്രം ചെയ്യാം. എല്ലാ കണ്ണും വെറുക്കുമ്പോഴും ദൈവത്തിൻ്റെ കണ്ണ് തേടുന്നത് അവൻ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ കണ്ണിന് പ്രസാദമുള്ളവരായി തീരുവാൻ, പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ, തൻ്റെ പുത്രൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധമാക്കി ഈ ലോകത്തിൽ നിന്നും ജീവിക്കുന്ന ലോകത്തിലെ അനേക കോടിക്കണക്കുള്ള ആൾക്കാരുടെ ഇടയിൽ ദൈവത്തിന് പ്രസാദമുള്ള, അവൻ്റെ തേജസ്സുള്ള കണ്ണിന് പ്രസാദമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ സന്ദേശം നാം കേൾക്കുന്നതെങ്കിൽ നാം എത്ര ഭാഗ്യമുള്ളവരാണെന്നറിയാമോ? അവൻ്റെ കണ്ണിന് വെറുപ്പ് തോന്നുവാൻ ഇടയാകാതെ പണിയപ്പെടുന്നവരായി തീരുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവ ആത്മാവിൻ്റെ പണിയിൽ ഉൾപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഭാഗ്യകരമായ ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ദിവസങ്ങളിൽ ദൈവത്തിന് തേജസ്സുള്ള കണ്ണിന് മുമ്പിലാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നുന്നത്. ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ കുറവുകളെ പരിഹരിച്ച് അവൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അളവിലേക്ക് നമ്മെ നയിക്കുന്നതിനായി ഇന്ന് രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാം. അപ്പോൾ ഇതേക്കുറിച്ച് തേജസ്സുള്ള കണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എബ്രായരുടെ ലേഖനത്തിലെ 4-13 ഭാഗത്തിൽ അവൻ മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിനും നഗ്നവും വളർന്നതുമായി കിടക്കുന്നവനുമായിട്ടാകും നമുക്ക് കാര്യമുള്ളത്. ഇവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തു കൂട്ടാം. വേണമെങ്കിൽ ആൾക്കാർക്ക് ഒളിക്കാം. പോലീസിനെയും നിയമത്തെയും നിയമവ്യവസ്ഥയൊക്കെ ഒക്കെയും കാണാതെ മറയുവാനും ഒളിക്കുവാനും രഹസ്യത്തിൽ ചെയ്യുവാനും ചെയ്യും. പലരും വിചാരിക്കും അതൊക്കെ മറ്റാരും കണ്ടില്ല, അതുകൊണ്ട് ആരും അറിയത്തില്ലെന്നൊക്കെയാണ്. പക്ഷേ സകലതും ഇന്ന് ദൈവത്തിന് നഗ്നവും വളർന്നതായി കിടക്കുന്നത്. ഇപ്പം നമുക്കറിയാം, എവിടെയെങ്കിലും പോയാൽ എല്ലാവർക്കും പേടിയാണ്. കാരണം അത് എല്ലാവർക്കും ക്യാമറയുണ്ട്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ വഴിയിലിറങ്ങിയാൽ പേടിയാ, ഏതായാലും വീടിന് മുമ്പിൽ ചെന്നാൽ ഭയമാ, എവിടെ ചെന്നാലും ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെയെല്ലാം എവിടെയൊക്കെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത് അറിയത്തില്ല. അപ്പോൾ മനുഷ്യനെ കാണാൻ വേണ്ടിയുള്ള അവൻ്റെ എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടി ക്യാമറ വെച്ചിരിക്കുന്നത്. ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളില്ല. എവിടെ പോയാലും എവിടെ തിരിഞ്ഞാലും എല്ലാവരും എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്നാണ്. അപ്പം അതുകൊണ്ട് പാവം നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ പാവം നിന്ന് പോയിട്ടില്ല. പിന്നെ അവർ ഏതെങ്കിലും മനുഷ്യനിൽ പാവം ഉണ്ടോ എത്ര ക്യാമറ വെച്ചാലും പാവം തീരത്തില്ല. പാവം ചെയ്യണമെങ്കിൽ പാവം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള രക്ഷ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്യാമറയൊക്കെ ഉള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം അങ്ങനെ ഒരു ഭയത്തിലല്ല ആയിരിക്കുന്നത്. മനുഷ്യൻ്റെ ക്യാമറ കണ്ടുപിടിക്കുന്നതുകൊണ്ടോ മറ്റുള്ളവർ കാണുന്നതുകൊണ്ടല്ല ഒരു വിശുദ്ധനായിട്ട് ജീവിക്കുന്നത്. നമുക്കെപ്പോഴും അറിയാം, നമ്മെ വീക്ഷിക്കുന്ന തേജസ്സുള്ള കണ്ണുകൾ സ്വർഗത്തിലുണ്ട്. അവൻ്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നമ്മുടെ സകല കാര്യങ്ങളെ അറിയുന്ന ദൈവസന്നിധിയില്ല. ഇന്ന് രാത്രിയിലും പറയാൻ കർത്താവേ, നീ എന്നെ അറിയുന്നു എന്ന് വാസ്തവമായും മറ്റാരും കേൾക്കാതെ രഹസ്യത്തിൽ പറയാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാഗൽഭ്യതയിരിക്കുന്നത്. മറ്റൊരു കേൾക്കുകയാണെങ്കിൽ പറയാം, ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം അറിഞ്ഞോട്ടെ എന്നൊക്കെ പറയാൻ സാധിക്കും. എന്നാൽ രഹസ്യത്തിലിരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് നാം മറ്റാരും കേൾക്കാതിരിക്കുമ്പോൾ, മറ്റാരും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ പകരുവാൻ കഴിയുമെങ്കിൽ, ദൈവമേ നീ എന്നെ നന്നായി കാണുന്നല്ലോ, നീ എന്നെ അറിയുന്നല്ലോ, നീ അറിയാതെ ഒന്നുമില്ലല്ലോ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പകരുവാൻ, നമ്മുടെ ഹൃദയത്തെ പകരുവാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ക്രിസ്ത്യജീവിതം എന്ന് പറയുന്നത്. മറ്റുള്ള വേണമെങ്കിൽ നമുക്ക് വല്ല പറയാം, ദൈവം എല്ലാം അറിയുന്നുണ്ട്, ദൈവം കേൾക്കുന്നുണ്ട്, ദൈവം കണ്ടോട്ടെ എന്നൊക്കെ പറയാൻ സാധിക്കും. അത് ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് നമ്മളൊരു ഒരു ഒരു പ്രൊട്ടക്ഷന് വേണ്ടി, അല്ലെങ്കിൽ അവരൊന്ന് വിശ്വസിച്ചോട് ചെയ്ത് പറയുന്നതായിരിക്കും. അതല്ല യഥാർത്ഥമായിട്ടുള്ളത്. നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം, അതാണ് ദൈവസന്നിധിയിൽ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അപ്പം ഹൃദയങ്ങളെ അറിയുന്ന
കാണുന്ന ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവെ നീ എന്നെ പരിശോധിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വളർച്ച എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എല്ലാ ദിവസവും ദൈവം എല്ലാ മനുഷ്യനെയും ശോധന ചെയ്യുന്നുണ്ട്. രാത്രി ഉറങ്ങുമ്പോൾ റീഡിങ്സ് എടുത്താൽ പോകുന്നത് നമുക്കറിയാം. ECG എടുക്കുന്നത് പോലെ എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ ECG ദൈവം എടുക്കുന്നത്. എവിടെ എടുക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ താളമിടിപ്പിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷനെ കുറിച്ചൊക്കെയാണ് നോക്കുന്നെങ്കിൽ ദൈവം നോക്കുന്നത് നാം ചെയ്തു വെച്ചിരിക്കുന്ന സകല പാപത്തെ, സകല കുറവ് നമ്മൾ ചെയ്ത് എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം കണക്കുകൾ ദൈവം സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ റിപ്പോർട്ട് എല്ലാ ദിവസവും ദൈവം ശോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രി നാം കിടന്നിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ രാത്രി കിടക്കാത്ത ഒരാളാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം എപ്പോഴും എല്ലാ മനുഷ്യൻ്റെയും ചെയ്തികളെ ദൈവം നോട്ട് ചെയ്യുന്നുണ്ട്. ദൈവം അത് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവനൊരു പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എല്ലാ ദിവസത്തെയും. അതുകൊണ്ടാണ് ഓരോ ദിവസവും നാം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം എന്ന് പറയുന്നത്. ഇന്നവരെയും ദൈവത്തിൽ വേണ്ട പോലെ നിരപ്പ് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രാത്രി ഇതൊരു കർത്താവേ എൻ്റെ ജീവിതത്തിൽ പെൻഡിങ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ദൈവത്തോട്. നമുക്കറിയാം ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ളതൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നാം എല്ലാ ദിവസവും നമുക്ക് ഒരുപക്ഷെ അറിയാതെയോ അറിഞ്ഞോ എന്തെങ്കിലും ദൈവസന്നിധിയിൽ നമുക്ക് വിരുദ്ധമായിട്ടുള്ളതുണ്ടെങ്കിൽ നാം അതിനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. കർത്താവേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവെ അങ്ങേക്ക് ഹിതമല്ലാത്തായിട്ട് ഉണ്ടെങ്കിൽ അതിനെ കർത്താവെ അങ്ങ് ക്ഷമിക്കണമേ, അങ്ങ് പൊറുക്കണമേ എന്ന് നാം കഴികൾ പ്രാപിക്കണം. അതുകൊണ്ട് എല്ലാ ദിവസവും കഴികൾ പ്രാപിക്കണം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ജീവിതത്തിൻ്റെ കഴികളിനെ കുറിച്ച് അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലേ സ്നാനമുള്ളൂ. സ്നാനം എന്നുള്ളത് ഒരു മനുഷ്യൻ ജനിച്ച് അവൻ ക്രിസ്തുവിനെ അറിഞ്ഞ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നൊരു പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുന്നതിനെയാണ് സ്നാനം പറയുന്നത്. എല്ലാ ദിവസവും സ്നാനപ്പെടേണ്ട, പാപം ചെയ്യുന്നത് സ്നാനപ്പെടേണ്ട. പക്ഷേ നമ്മുടെ മനസ്സാക്ഷിയിൽ നമുക്ക് ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയത്തിന്മേൽ നമ്മുടെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോകുന്നില്ലെങ്കിൽ നമുക്കതേക്കുറിച്ച് നല്ല ഒരു ധാരണ ദൈവമായിട്ട് പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ ദൈവസേറ്റ് പറഞ്ഞ് നാം നിരപ്പ് പ്രാപിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ദൈവം. കാരണം ഇതെല്ലാം ദൈവത്തിന് നഗ്നം വരുന്നതായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ദൈവമായിട്ടാണ്. നമ്മളെ നന്നായി അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിൻ്റെ സകല ഉൾപ്പൂവുകളെയും അറിയുന്ന, മുഴുവൻ കാണാൻ കഴിയുന്ന, അഗ്നിയാലിക്കത്തുള്ള കണ്ണുള്ള ദൈവമായിട്ടാണ് എനിക്ക് കാര്യമുള്ളത്, നമുക്ക് കാര്യമുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവസഭയ്ക്ക് കാര്യമുള്ളത്. മനുഷ്യർക്ക് ഒരു പക്ഷേ ഇതൊന്നും വലിയ കാര്യമാകത്തില്ലായിരിക്കും. നമ്മളെപ്പോഴും പറഞ്ഞ് ദൈവം കാണുന്നുവെന്ന്. ദൈവം കാണുന്നു. നമ്മുടെ ദൈവം വേദന കാണുന്നുണ്ട്. ദൈവം നമ്മുടെ തകർച്ച കാണുന്നുണ്ട്. ദൈവം നമ്മുടെ അനിഷ്ടത കാണുന്നുണ്ട്. ദൈവം അതുപോലെ സകലതും അവൻ കാണുന്നുണ്ട്. അവൻ കണ്ട് അവൻ ഒരിക്കലും മാറിപ്പോകുന്നവനല്ല, മനസ്സലിയുന്നവനാ, നല്ല ശമരിയക്കാരനാ. അവൻ അടുത്ത് വന്ന് നമ്മളെ വെച്ച് കെട്ടേണ്ടത് വെച്ച് കെട്ടും, എണ്ണ പുരട്ടേണ്ടത് എണ്ണ പുരട്ടും, വീഞ്ഞ് പകരേണ്ടത് വീഞ്ഞ് പകരും. അവൻ വേണ്ടതായിട്ടുള്ള എല്ലാ സംരക്ഷണവും നൽകുന്ന നല്ല ശമരിയക്കാരനാ. നമ്മുടെ ഏതവസ്ഥകളും കണ്ട് അവൻ മാറിപ്പോകുന്നവനല്ല. അവൻ തകർന്ന് കിടക്കുന്നവരെ, മനം തകർന്നവരെ മുറിവ് കിട്ടുന്നവനാ. അവൻ ആശ്വസിപ്പിക്കുന്നവനാ. എന്ന് ഈ രാത്രിയിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവ് നമ്മളെ നോക്കുന്നത് ശിക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല. മനുഷ്യനെ ദൈവം നോക്കുന്നത് അവനെ നശിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം നോക്കുന്നത്. ദൈവം അവനെ നോക്കുന്നത് ഏത് വിധത്തിൽ അവനെ രക്ഷിക്കാമെന്ന. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഒരിക്കലും ശിക്ഷിക്കാനായിട്ടിരിക്കുന്ന ഒരു വലിയ വ്യക്തിയായിട്ട് നമ്മൾ ചിന്തിക്കരുത്. അവിടെ എപ്പോഴും ശിക്ഷിക്കാൻ വേണ്ടി നരകത്തിലോട്ട് എടുത്താൻ വേണ്ടി ഇരിക്കുന്ന ഒരു ദൈവമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഏത് വിധത്തിലും മനുഷ്യൻ രക്ഷിപ്പാൻ, ഏതെങ്കിലും വിധത്തിലൂടെ രക്ഷിപ്പാനായിട്ട് ദൈവം മനുഷ്യർക്ക് വഴികളെ ഒരുക്കി കൊടുക്കുകയാണ്. മനുഷ്യനെ നോക്കിയപ്പോൾ അവൻ പാപപങ്കിലമായപ്പോൾ അവനെ രക്ഷിപ്പാനായിട്ട് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവമായ കർത്താവ് നമ്മെ സ്നേഹിച്ചിരുന്നു. ഇന്ന് രാത്രിയിലും ശിക്ഷിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി ഞാൻ വെളിപ്പെടുത്തുന്നത് രക്ഷിക്കുന്ന അവൻ്റെ കണ്ണിന് നഗ്നമലർന്നുമായിരിക്കുന്ന നമ്മുടെ വേദനകളെ, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ ഇല്ലായ്മകളെ, നമ്മുടെ സകലത്തെയും കാണുന്ന ഒരു ദൈവം നമ്മുടെ ആശ്വാസദായകനായി അടുത്തു വന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവം. അതോടൊപ്പം നമ്മുടെ കുറവുകളെ കാണിച്ചു തന്ന് അവയെ പരിഹരിച്ച് നമ്മെ ശുദ്ധീകരിച്ച് ഇവിടെ നിന്ന് കുഴിയിൽ വെച്ച് തന്നെ കല്ലിൻ്റെ കുറവ് തീർത്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, വെട്ടുകുഴിയിൽ വെച്ച് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ പണിയെല്ലാം പൂർത്തീകരിച്ചിട്ടേ കർത്താവ് കൊണ്ടുപോവുകയുള്ളൂ. ശുദ്ധീകരണവും നമ്മെ വേണ്ടെടുക്കുന്ന രീതിയിൽ നമ്മുടെ അളവൊക്കെ വെട്ടി ചെത്തി ശരിയാക്കി ഒരു കല്ല് കുഴിയിൽ വെച്ച് കല്ല് അവിടെ വെച്ച് ചെത്തി വെടിപ്പാക്കി കൊണ്ടുപോയി എടുക്കുന്നത് പോലെ
ദൈവം ഇവിടുന്ന് നമ്മെ ഒരുക്കിയെടുത്താണ് അവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് കൊണ്ടുപോയ ശേഷം പിന്നീട് അവിടെ പണിയൊന്നുമില്ല, പർദീസയെ കൊണ്ട് പണിയൊന്നുമില്ല. ഇവിടുന്ന് പോയ ശേഷം ദൈവം ഒരു മനുഷ്യനെയും പണിതെടുക്കുന്നില്ല. ഇപ്പോഴാണ് നാം പണിയപ്പെടേണ്ടത്. അതുകൊണ്ട് എല്ലാ ദിവസവും പറയും, കർത്താവേ എന്നെ നന്നായി ഒന്ന് പണിയണമേ, നിന്റെ കൈക്കിണങ്ങിയ ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണം, എൻ്റെ തലമുറകളെ തീർക്കണം. ഇന്ന് രാത്രി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അങ്ങേക്കൊരു ഉദ്ദേശമുണ്ടല്ലോ, അങ്ങയുടെ കൈക്കിണങ്ങിയ അവിടുത്തെ മന്ദിരത്തിൻ്റെ പണിക്ക് യോഗ്യമായ കല്ലുകളാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സഭയെയും തീർക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നാം ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാ, എന്നാൽ നാം പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്കറിയത്തില്ല എന്ന് ദൈവത്തെ ആത്മാവതാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വെച്ച് അതെ, നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. എത്ര പേർക്ക് സന്ദേശം കേൾക്കുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെയും ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഒക്കെ വിളിച്ച് വേർതിരിച്ചത് എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള കുറെ നന്മകൾക്ക് വേണ്ടി അല്ല. അത് നമുക്ക് ദൈവം തരുന്നതാണ്, അത് വേണം. എന്നാൽ എല്ലാറ്റിലും ഉപരിയായി ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം പണിയപ്പെടുന്ന, ചെത്തിപിടിപ്പാക്കുന്ന കല്ലുകളാക്കി ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ആ വിശുദ്ധ മന്ദിരത്തോട് ചേർത്ത് പണിയുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പണിതെടുക്കുവാനാണ് കർത്താവ്. അതിനുവേണ്ടിയാ നമ്മുടെ മേൽ ദൈവം ദൃഷ്ടി വെച്ച്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സുള്ള കണ്ണ് നമ്മെ നോക്കി ഇന്ന് രാത്രിയിലും നമ്മെ പണിതെടുക്കുന്ന അവൻ്റെ കണ്ണ് നമുക്ക് ആലോചന പറഞ്ഞു തരിക. അതെ, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. നമ്മെ കർത്താവ് വെളിപ്പെടുത്തുവാൻ ഇടയാത്തുന്നല്ലോ, ദൈവമക്കളാക്കി നമ്മെ വെളിപ്പെടുത്തിയല്ലോ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. നാം ഇന്ന് അങ്ങനെ തന്നെ ആകുന്നുവെന്നും നമ്മുടെ ഹൃദയം നമുക്ക് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കണ്ണ് സകലത്തെയും ശോധന ചെയ്ത് അത് നമ്മളെ അവൻ്റെ ഇഷ്ടപ്രകാരമാക്കിയെടുക്കാൻ വേണ്ടിയ കർത്താവ് നമ്മളെ നോക്കുന്നത്. യോഹന്നാനെ നോക്കിയത് ആ കണ്ണുകൾ അഗ്നിയാലിക്കത്തുള്ളതായിരുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എന്നെ നിങ്ങളെയും സ്വർഗത്തിൽ നിന്ന് വീക്ഷിക്കുന്ന കണ്ണുകളുണ്ട്. പിതാവാം ദൈവം നമ്മളെ നോക്കുന്നുണ്ട്, പുത്രനാം ദൈവം നമ്മളെ നോക്കുന്നുണ്ട്, ഭൂമിയിൽ പരിശുദ്ധാത്മാവാം ദൈവം നമ്മളെ നോക്കുന്നുണ്ട്. അവരുടെ കണ്ണുകൾ ഒന്ന് തന്നെയാണ് നമ്മെ നോക്കുന്നത്. ആ തേജസ്സുള്ള കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ദൈവത്തിന് വിശുദ്ധ പുരോഹിതവർഗമായി വിശുദ്ധ യാഗം അർപ്പിക്കത്തക്കവണ്ണമുള്ള വിശുദ്ധ ജനമായി ദൈവസന്നിധിയിൽ പ്രസാദകരമായി യാഗം അർപ്പിച്ച് ജീവിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മെ ഇന്ന് രാത്രിയിലും ഏൽപ്പിച്ചു കൊടുക്കാം. തുടർന്ന് യോഹന്നാൻ കാണുന്നത് അവൻ്റെ കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമെന്നാണ് പറയുന്നത്. യോഹന്നാനെ കാണുമ്പോൾ തലമുടിയും കണ്ടു, അത് വെളുത്ത പഞ്ഞി പോലെ ഉള്ളതാണെന്ന് കണ്ടു. അവൻ്റെ കണ്ണിനെ കുറിച്ച് കണ്ടിട്ട് പറഞ്ഞത് അത് അഗ്നിയാലിക്കത്തുള്ളതാണ് എന്നുള്ളത് പറയാൻ. ഇതേക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ പോയാൽ ഇത് മാത്രം ഒരുപാട് ദിവസങ്ങൾ വേണം വ്യാഖ്യാനിച്ചു പോകാം. കർത്താവിൻ്റെ കണ്ണിനെക്കുറിച്ചും തേജസ്സിനെക്കുറിച്ചും നമ്മളോടുള്ള ദൈവത്തിൻ്റെ കണ്ണിൻ്റെ ഇടപെടലിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് സമയമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ കാൽ ഒലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ഇവിടെ വെള്ളോട്ടിന് സദൃശ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഇങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ. അപ്പം ഓരോന്നിനെ ദൈവം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മെറ്റീരിയലായിട്ടുള്ള വസ്തുവുമായിട്ട് വെളിപ്പെടുത്തുകയാണ്. സഭയെ നമുക്ക് 7 നിലവിളക്കളോട് ബന്ധത്തിൽ വെളിപ്പെടുത്തി. അപ്പോൾ ക്രിസ്തുവിനെ വെള്ളോട്ട് സദൃശ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം ഈ കോപ്പർ, ചെമ്പറിയാം, പിച്ചള അറിയാം, വെങ്കലം അറിയാം. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മൂന്നായിട്ട് നമ്മൾ പഠിക്കുന്നത് കോപ്പർ, അതുപോലെ തന്നെ ബ്രാസ്, ബ്രോൺസ്. ഈ നമുക്കറിയാം ചെമ്പ് എന്ന് പറഞ്ഞാൽ ചെമ്പ് കമ്പി, ഇലക്ട്രിക്കൽ വയറിനൊക്കെ ഉപയോഗിക്കുന്ന ചെമ്പ് കമ്പി, അത് വളയുകയും ഒടിയുകയൊക്കെ ചെയ്യുന്നത്, അത് വൈദ്യുതശാലയാണ് ചെമ്പ് കമ്പി. എന്നാൽ അതിലേക്ക് കോപ്പറും സിങ്കും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് ബ്രാസായി മാറും. താമ്രം എന്ന് പറയും, താമ്രം. അതിന് ബ്രാസ് എന്ന് പറയും. ബ്രാസ്. പിച്ചള എന്ന് പറയും, പിച്ചള. നമ്മൾ പിച്ചള എന്ന് പറയും. ബ്രാസ് നമുക്ക് ഈ കതകിൻ്റെ ഒക്കെ ചില വില കൂടിയ വലിയ വലിയ വീടുകളിലൊക്കെ അവരുപയോഗിക്കുന്ന കതകിൻ്റെ കൈപ്പിടികൾ ബ്രാസ് ആയിരിക്കും. ബ്രാസിൻ്റെ കതകിൻ്റെ അങ്ങനെയുള്ള ഉള്ള മുട്ടുകളും കാര്യങ്ങളൊക്കെ ബ്രാസിൻ്റെ ഉപയോഗിക്കാറുണ്ട്. അത് കോപ്പറിൻ്റെ അകത്ത്, ചെമ്പിൻ്റെ അകത്ത് സിങ്ക് എന്ന മെറ്റീരിയൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ബ്രാസ് മെറ്റീരിയൽ. വെങ്കലം എന്നുള്ളത് ബ്രോൺസ്. അതിനെ കോപ്പറും ടിന്നും, അതിനെ വെളുത്തിയും ചെമ്പിനോട് കൂടി വെളുത്തിയും ചേർക്കുമ്പോഴാണ് ഈ പറയുന്ന ലോകസങ്കരമാണ് വെങ്കലം എന്ന് പറയുന്നത്. ഓട്ട് വിളക്കുകൾ, വെള്ളോടെന്ന് പറയുന്നത്, നമ്മൾ ഓട്ട് വിളക്കുകൾ, ഓട്ട് പാത്രങ്ങൾ എന്ന് പറയും. വെങ്കലം. അപ്പം നമുക്ക് ബ്രോൺസ് മെഡൽ എന്ന് പറഞ്ഞാൽ ബ്രോൺസ്. അപ്പം കോപ്പറിൽ നിന്ന്, ചെമ്പിൽ നിന്ന്, ചെമ്പൊരു മൂലകമാണ്,
അതിൽ നിന്ന് അതിനെ മറ്റൊരു വസ്തുക്കളുമായിട്ട് അതിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരും. അതിൻ്റെ കഠിനതയ്ക്കും അതിൻ്റെ ഉപയോഗത്തിന് മാറ്റം വരുവാൻ വേണ്ടിയാണ് അതിലേക്ക് പലതും ആഡ് ചെയ്ത് മനുഷ്യൻ അത് കണ്ടുപിടിക്കും. ഇപ്പം ഇതൊക്കെ എഴുതുമ്പോൾ എത്രയോ വർഷം മുമ്പുള്ള ഇപ്പോഴത്തെ ശാസ്ത്രമൊന്നുമല്ല ഈ വെങ്കലവും ബ്രാസും ഒന്നും കണ്ടുപിടിച്ചത്. മുമ്പ് തന്നെ അതേക്കുറിച്ച് അറിയാമായിരുന്നു. അപ്പം അന്ന് നിലവിൽ നിന്നിരുന്ന സ്ഥാപനങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ വെളിപ്പെടുത്തിയിരിക്കുക. ഈ വെളിപ്പാട് ദിവസത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ ദൈവത്തെ കാണുമ്പോൾ വെള്ളോട്ടിന് സദൃശമായ കാലം എന്ന് പറഞ്ഞാൽ കർത്താവിന് വെള്ളോട്ടിന് കാലം എന്ന് വിചാരിക്കരുത്. ഇവിടെ സ്വർഗത്തേക്ക് വരുമ്പം സ്വർണ്ണ തിരുവീതിയിൽ നിന്നും അതുപോലെ മറുതകവും വജ്രവും മറ്റുള്ള രത്നങ്ങളെക്കുറിച്ചൊക്കെ വെളിപ്പെടുമ്പോൾ അത് അവിടെയുള്ള അങ്ങനെയല്ല. നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ അതിനെ വെളിപ്പെടുത്തിയിരിക്കുക, അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വെള്ളോട്ടിന് സദൃശം എന്ന് പറയുമ്പോൾ വെങ്കലം എന്ന് പറഞ്ഞാൽ അത് ബ്രോൺസ് ആണ്. ഞാൻ പറഞ്ഞത് 3 വസ്തുക്കളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അങ്ങനെ ഒരുപാട് ചെമ്പ് ചേർത്ത വസ്തുക്കളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെമ്പ്, ബ്രാസ്, താമ്രം, അല്ലെങ്കിൽ പിച്ചള സർപ്പത്തെ മോശ ഉയർത്തി. പിച്ചള അത് ചെമ്പ് അതല്ല, ചെമ്പ് അന്ന് അവരുടെ പിച്ചള സർപ്പത്തെ ഉയർത്തി. ബ്രോൺസ് എന്ന് പറയുമ്പോൾ ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കൂടുതലും ബ്രോൺസിലാണ് ഉണ്ടാക്കുന്നത്. മെഡലുകൾ ഉണ്ടാക്കുന്നതൊക്കെ ബ്രോൺസിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ ഈ ബ്രോൺസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാരണം ചുട്ടുപൊഴിപ്പിച്ച് അതിന് ബലം വഹിക്കാനുള്ള ഡ്യൂറബിലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളതാണ്, ബലം താങ്ങാൻ കഴിയും, എന്നാൽ വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ അതിനെയാണ് ബ്രോൺസ് ഉപയോഗിക്കുന്നത്. ബ്രോൺസ് അപ്പോൾ ദൈവത്തിൻ്റെ കാലുകളെക്കുറിച്ച് പറയുമ്പോൾ അത് ശക്തിയുള്ളതാണ്, വഹിക്കുവാൻ. അപ്പോൾ അതിനെ നമുക്കൊരു മനുഷ്യൻ്റെ കാലിനെ വെളിപ്പെടുത്തിയെടുക്കാൻ വേണ്ടി അത് വെളിപ്പെടുത്തിയിരിക്കുക. അപ്പോൾ നമുക്ക് ലോകരാഷ്ട്രങ്ങളുടെ ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നത് ഇരുമ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ കാലും കാൽപാതിയും ഇരുമ്പും പാതി കളിമുണ്ടെന്ന് പറയുന്നത്. ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രോൺസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം അതൊക്കെ ദ്രവിച്ചു പോകുന്നതാണ്, തുരുമ്പിച്ചു പോകുന്നതാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ കാലിനെ കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുന്നത് അത് ഇരുമ്പല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇരുമ്പും സ്റ്റീലും ഒക്കെ ആണെങ്കിൽ തുരുമ്പിച്ചു പോകും, അതിന് നിലനിൽക്കാൻ കഴിയത്തില്ല. ബലമുള്ളതാണ് പക്ഷെ നിലനിൽപ്പില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കാലിനെ കുറിച്ചുകൂടെ പറയിക്കുന്നത് അത് ബ്രോൺസ് എന്ന് പറയും, വെള്ളോട് സദൃശ്യം. എന്ന് പറഞ്ഞാൽ അത് കൊറോസീവ് അല്ല, അത് ദ്രവിച്ചു പോകത്തില്ല, അതിന് ഒരിക്കലും കെമിക്കൽ ആക്ഷൻ മുഖാന്തരമോ മറ്റൊന്നും ആക്ഷൻ മുഖാന്തരമായി ഇത് ശക്തി ക്ഷയിച്ചു പോകത്തില്ല. അതുകൊണ്ടാണ് അവൻ്റെ കാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാമ്രാജ്യത്വങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കാലുകളിലും പാതി കളിമണ്ണും ഇരുമ്പും എന്നൊക്കെ പറഞ്ഞ് ഇരുമ്പ് തുടകൊണ്ട് ഇരുമ്പെന്നൊക്കെ പറയുന്നത് അത് നിലനിൽക്കുന്നില്ല, എന്നാൽ ബലമുള്ളതാണ്. എന്നാൽ ക്രിസ്തുയേശുവിനെ കുറിച്ച് അവിടെയാണ് ഈ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ട നമുക്ക് മനസ്സിലാക്കേണ്ടത്. ബലമുള്ളതാണ് ഇരുമ്പ്, എന്നാൽ ഇരുമ്പ് തുരുമ്പിച്ചു പോകും, ദ്രവിച്ചു പോകും, നിലനിൽക്കുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കാലിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് അല്ല വെറുതെ ഒരു വസ്തു എടുത്ത് വെള്ളോട്ടിന് തുല്യമാണ് യേശുവിൻ്റെ കാലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സാമ്രാജ്യത്തിനോട് ബന്ധത്തിൽ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലനിൽപ്പില്ലാത്തതാണ് കാലിലേക്ക് വരുമ്പോൾ. എന്നാൽ മുകളിലേക്ക് വരുമ്പോൾ തല സ്വർണം, വെള്ളി, വെങ്കലമൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അത് നിലനിൽക്കാത്തതാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ കാലിനെ കുറിച്ച് പറയുമ്പോൾ എന്നേക്കും നിൽക്കുന്ന ആധിപത്യമുള്ളതാണ്, സ്ഥിരതയുള്ളതാണ്. അവന് ഒരിക്കലും കാലങ്ങൾ കൊണ്ട് മാറിപ്പോകുന്നതല്ല. അതുപോലെ തന്നെ അവനത് ഏത് ഭാരത്തെയും വഹിക്കുവാൻ ശക്തിയുള്ളതാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തുവിൻ്റെ കാലിനെ വെള്ളോടിന് സദൃശ്യമായി യോഹന്നാൻ കാണുന്നത്. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ വഹിക്കുന്നവന് ഏത് ഭാരവും വഹിക്കുവാൻ കഴിവുള്ളവനാണ്. മാനവവംശത്തിൽ ജനിച്ച മനുഷ്യൻ മുതൽ ആദം മുതൽ ഒടുക്കത്തെ നാളിലുള്ള മനുഷ്യൻ വരെ ലോകത്തിൽ ജനിച്ചു വീഴുന്ന സകല മനുഷ്യരുടെയും പാപവും ശാപവും അവൻ്റെ സകല വിഷയങ്ങളെ പേറുവാൻ, അതിനെ വഹിക്കുവാൻ ശക്തിയുള്ളതാണ് ദൈവപുത്രൻ എന്ന് വെളിപ്പെടുത്തുവാനാണ് അവൻ്റെ കാലുകൾ വെള്ളോട്ട് സദൃശമായി കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ കാലുകൾ ഒരിക്കലും കൊറോസീവായി പോകത്തില്ല, അത് ഒരിക്കലും തുരുമ്പ് പിടിച്ചു പോകുന്നതല്ല, ദ്രവത്വമുള്ളതല്ല. അതിനെ കാണിക്കാനാണ് വെള്ളോട്ട്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു ക്രിസ്തു മരിച്ച് അവൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവൻ നിന്നു. മരണത്തെ ജയിച്ചുയർത്തേറ്റ യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുവാനും അവനെക്കുറിച്ച് ചിന്തിക്കുവാനും അവനെ ഈ രാത്രിയിൽ ദർശനത്തോടെ കാണുവാനുമുള്ള ഭാഗ്യം നമ്മുടെ കണ്ണുകൾക്കുണ്ടാകണം. ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു കഴിഞ്ഞാൽ പത്മോസിൽ യോഹന്നാന് വെളിപ്പെട്ട ക്രിസ്തുവിനെ നമുക്കും കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് വെള്ളോട്ടിന് സദൃശമായ കാലുകളുള്ള
തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലുള്ള അഗ്നിയാലെ കൊത്തുള്ള കണ്ണുള്ള യേശു ക്രിസ്തു നിൽക്കുന്നത് വെള്ളോട്ട് സദൃശമായിട്ടുള്ളവനാ. അവന് കാലങ്ങൾ കൊണ്ട് അവൻ തുരുമ്പ് പിടിച്ചു പോകുന്നതല്ല, അവൻ അസ്ഥിരനല്ല, സ്ഥിരതയുള്ളതാണത് കാണിക്കാനാണ് വെള്ളോട്ടിനുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെളുത്തിയവും കോപ്പറും കൂടി ചേർന്നുണ്ടാക്കിയതാണ് ബ്രോൺസ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഈ ബ്രോൺസും ബ്രാസും തമ്മിൽ വലിയ വ്യത്യാസമില്ല, കണ്ടാൽ ഒരുപോലെയൊക്കെ തോന്നുള്ളൂ. പിന്നെ അതേക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് തുരുമ്പ് പിടിക്കത്തില്ല, അത് ഡ്യൂറബിലിറ്റി ഉള്ളതാണ്, ശക്തി ഉള്ളതാണ്, വഹിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. ബാക്കി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേക്കുറിച്ച് ചിന്തിക്കുന്നതിനോ പഠിക്കുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പഠിക്കാൻ ആർക്കും വേണ്ട ഏത് വിഷയം കൂടുതൽ പഠിക്കാം. പക്ഷേ നമ്മൾ അതേക്കുറിച്ച് കൂടുതലായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കോപ്പറുണ്ട്, ബ്രാസ് ഉണ്ട്, ബ്രോൺസ് ഉണ്ട്. ഇവിടെ കർത്താവിൻ്റെ കാലിനെ കാണിച്ചിരിക്കുന്നത് വെള്ളോട്ട് സദൃശമായിട്ടാണ്. എന്തിനാണ് വെള്ളോട്ടിൻ്റെ സദൃശമായി കാണിച്ചിരിക്കുന്നത്? ബലമുള്ളതാണെങ്കിൽ ഇരുമ്പിന് ബലമുണ്ട്, ബലമുണ്ട്. ഇപ്പം ഇരുമയെ 15 വാക്യത്തിൽ പറയുന്നത് താമ്രവും വടക്കൻ ഇരുമ്പും ഒടിഞ്ഞു പോകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ താമ്രവും വടക്കൻ ഇരുമ്പും ഒടിഞ്ഞു പോകത്തില്ല. താമ്രം, ബ്രോൺസ്. അപ്പം ഇരുമ്പിനും ബലമുണ്ട്, പക്ഷേ ഇരുമ്പ് അത് തുരുപ്പിച്ചു പോകും, ദ്രവിച്ചു പോകും. എന്നാൽ ബ്രോൺസ് എന്നുള്ളത്, താമ്രം എന്നുള്ളത് ദ്രവിച്ചു പോകത്തില്ല. അതുകൊണ്ടാണ് യേശുവിൻ്റെ കാലിനെ താമ്രത്തോട്, ബ്രോൺസിനോടുള്ള ബന്ധത്തിൽ, വെള്ളോടിനുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഇന്ന് രാത്രിയിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നല്ലോ. എൻ്റെ ബലം കല്ലിൻ്റെ ബലമോ, എൻ്റെ മാംസം താമ്രമാകുന്നു എന്നൊക്കെ ചോദിക്കും. ബ്രോൺസ് ആണോ വെള്ളോട് എന്ന് പറഞ്ഞാൽ ബലത്തോടുള്ള ബന്ധത്തിലാണ് ഇവിടെ ഈ ബ്രോൺസിനോടും ബ്രാസിനോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. വെള്ളോടിനുള്ള ബന്ധത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനോടുള്ള ബന്ധത്തിലാകുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം താമ്രഭിത്തി, താമ്രക്കഥകൾ, താമ്രത്തൊട്ടി എന്ന വാക്കുകളൊക്കെ ഉറപ്പിനെ, ബലത്തെയാണ് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഉപയോഗിച്ചിരുന്ന പത്രങ്ങളെക്കുറിച്ച് പറഞ്ഞ താമ്രഭിത്തി എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കുമെന്ന് പറഞ്ഞാൽ ആർക്കും ഇടിക്കാൻ പറ്റത്തില്ല. എത്ര സാത്താനീയ ശക്തികൾ എവിടെല്ലാം പ്രവർത്തിച്ചാലും ദൈവം ജനത്തിൻ്റെ ഇടയിൽ നമ്മെ ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദേശത്തിൻ്റെ എത്ര വലിയ അന്ധകാരം പോയി വന്നാലും ഇതിനെ ഇടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാൽ എത്ര എരികോ മതിൽ സാത്താൻ കെട്ടിവെച്ചാലും ഒറ്റ ആരാധനയിൽ മറിഞ്ഞു വീഴുകയും ചെയ്യും. വ്യത്യാസം അതാണ്. ദൈവം ഉറപ്പുനാക്കി നിർത്തിയിരിക്കുന്ന താമ്രഭിത്തിയാണ് ദൈവമക്കളുടെ ആരാധന, പ്രാർത്ഥന. രാത്രിയിൽ ദൈവമക്കളുടെ പ്രാർത്ഥന അത് താമ്രഭിത്തി പോലെയാണ്. അത് ഇടിച്ചു കളയുവാൻ ഈ ലോകത്തിന് ശക്തി കഴിയത്തില്ല. എന്നാൽ ലോകത്തിൻ്റെ ശക്തി എരിഹോ മതിൽ പോലെയാണ്. അതിനെ ദൈവമക്കളുടെ ആരാധന കൊണ്ട് അതിനെ മറിച്ചിടുവാൻ കഴിയും. വ്യത്യാസം അതാണ്. താമ്രഭിത്തി എന്നൊക്കെ പറയുന്നത് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ നിന്നെ ഈ ജനത്തിൽ ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും. 15:20 പറഞ്ഞിരിക്കുക, നിന്നെ താമ്രഭിത്തിയാക്കി വെക്കും. ഞാൻ നിന്നെ ബ്രോൺസാക്കി വെള്ളോട് സദൃശമായ താമ്രമാക്കി നിർത്തും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിന്നെ ആരെല്ലാം വീഴിക്കാൻ ശ്രമിച്ചാലും ഈ വിത്ത് താർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത് ബലമുള്ളവരാക്കി നിർത്തിയിരിക്കുന്നത്. കാരണം ബലമുള്ളവൻ്റെ കയ്യിലാണ് നാം ഇരിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ കരം ബലമുള്ളതാണ്. അത് അവൻ്റെ കാലുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് വെള്ളോട്ട് സദൃശമാണ്. എന്താണെന്ന് മനസ്സിലായല്ലോ. കാലപ്പഴക്കം കൊണ്ട് തുരുമ്പിച്ചു പോകുന്നതല്ല എൻ്റെ യേശുവിൻ്റെ കാലം. എന്നാൽ ലോകത്തിൻ്റെ സാമ്രാജ്യത്വങ്ങൾ അത് എത്ര ബലമുള്ളതാണെങ്കിലും, എത്ര ഭൂരിപക്ഷമുള്ളതാണെങ്കിലും, എല്ലാവരും 100% ഒരേ ആൾക്കാരാണെങ്കിലും ആ സാമ്രാജ്യത്വങ്ങൾ ഇല്ലാതായിത്തീരും. ഏത് രാഷ്ട്രീയ പാർട്ടിയും എത്ര പ്രബലമായിരിക്കുന്ന മെജോറിറ്റി ഉണ്ടെങ്കിലും, ഏതെല്ലാം ലോകത്തിൻ്റെ രാഷ്ട്രങ്ങളുണ്ടെങ്കിലും അതെല്ലാം തകർന്നടിയും. എന്നാൽ തകരപ്പെടാത്തൊരു രാഷ്ട്രം, നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം, എന്നേക്കുമുള്ള ആധിപത്യമുള്ള, നിത്യാധിപത്യമുള്ള ഒരുവൻ, അത് ക്രിസ്തുവിൻ്റെ ആധിപത്യമാണ്. അതുകൊണ്ടാണ് അവൻ്റെ കാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് വെള്ളോട്ടിന് സദൃശമാണ്, നിലനിൽക്കുന്നതാണ്. അവൻ്റെ ആധിപത്യം നിത്യാധിപത്യമാണ്. രാത്രി പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് ആരാണെന്നറിഞ്ഞ് അവന് രാത്രി ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തിന് സ്തോത്രം പറയണം കേട്ടോ. ദൈവത്തിന് മഹത്വം കരയറ്റണം. ഈ നല്ല ദൈവത്തെ മനസ്സിലാക്കുവാൻ ഭാഗ്യം ലഭിച്ചതിനായി സ്തോത്രം ചെയ്യാം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പലതും പല മെറ്റൽ കൊണ്ട് പല വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. പക്ഷേ നമ്മളൊന്നും ഉണ്ടാക്കി വയ്ക്കാറില്ല. എന്നാൽ ദൈവം നമ്മളെ താമ്രഭിത്തിയാക്കും. അവൻ നമ്മെ താമ്രതുല്യമാക്കും. അവൻ കരുതി നമ്മെ ബലമുള്ളവരാക്കി നിർത്തും. നമ്മെ ഇടിച്ചു കളയുവാൻ ഒരു ശക്തിയും കഴിയാത്ത വിധത്തിൽ
ദൈവം നിർത്തുന്ന ദൈവത്തിൻ്റെ സഭകൾക്കായി, ദൈവമക്കൾക്കായി, ദൈവീയ കുടുംബങ്ങൾക്കായി രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എത്രയോ കാറ്റുകൾ, എത്രയോ കോളുകൾ, എത്രയോ തീയുടെ ശക്തികൾ, എത്രയോ വിഷയങ്ങൾ നമുക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ, രോഗവും ഭാരവും നിരാശയും ഒക്കെ വന്നപ്പോൾ നിർത്തിയത് താമ്രഭിത്തിയാക്കി നിർത്തിയത് കൊണ്ടാണ്. ദൈവത്തിനറിയാം നിന്നെ മറിച്ചിടുവാൻ കഴിയത്തില്ലെന്ന്. ദിവസങ്ങളിൽ താമ്രഭിത്തിയാക്കി നിർത്തിയിരിക്കുന്ന ജീവിതങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവൻ നമ്മെ താമ്രഭിത്തിയാക്കിയാൽ ഒരു ശക്തിക്കും മറിച്ചിടാൻ കഴിയത്തില്ല. ഒരു രാജ്യത്തിനോ രാജ്യശക്തികൾക്കോ ആർക്കും തന്നെ ദൈവസഭയെ മറിച്ചിടുവാനോ അതിനെ ഇല്ലാതാക്കാനോ കഴിയത്തില്ല. കാരണം ഇത് വഹിച്ചിരിക്കുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നവനാ. അവൻ വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവനാ, സകലത്തെയും വഹിക്കുന്നവനാണ്. അതേക്കുറിച്ച് എബ്രായ ലേഖനകർത്താൻ ഇങ്ങനെ എഴുതിക്കുന്ന എബ്രായ ലേഖനത്തെ 1-2-3 വാക്യം പറയുന്ന, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവനവൻ്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാവങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലുത്തുവാത്തി അവൻ തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നവൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ സകല പാപത്തെയും വഹിച്ചുകൊണ്ട് ആ ക്രൂശ് ചുമന്നുകൊണ്ട് യേശു നമ്മുടെ പാവങ്ങളെ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശമേൽ കയറി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി സ്വന്തം തോളിൽ തലചായ്ച്ച് അവൻ മരിച്ചത് നമ്മളെ വിടുവിക്കാൻ വേണ്ടിയാണ്. പാവങ്ങളെ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശമേൽ കയറുവാനിടയാത്തുന്നു. നിരാത്തില്ല ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുമോ? അവൻ്റെ കാലിനെ കാണുമ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പാപം വഹിച്ച കാലുകൾ, അതേ ക്രിസ്തുവിൻ്റെ കാലുകൾ ഒടിയുവാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് പറയുന്നത് അവൻ്റെ കാലുകൾ ഒടിക്കാൻ വന്നപ്പോൾ ഒടിക്കാതിരുന്നത് അത് വെള്ളോട്ട് സദൃശ്യമായിട്ടുള്ളതാ, എന്നേക്കും നിൽക്കുന്നതാ, ഒടിയുവാനുള്ളതല്ല. അതുകൊണ്ടാണ് അവർ ഒടിക്കാതെ പോയത്. എന്നാൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ആ കാലുകൾ ഉയർക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുമ്പോൾ യോഹന്നാൻ പറയുക, നിത്യതയുടെ കാലുകളാണ്, എന്നേക്കും നിൽക്കുന്ന കാലുകളാണ്, സകലവും വഹിക്കുവാൻ ശക്തനായവനാണ്. അതുകൊണ്ടാണ് വെള്ളോട്ട് സദൃശമായിട്ട് അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷമായി യോഹന്നാൻ അവൻ്റെ ശബ്ദത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അപ്പം അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാണ് എന്ന് പറഞ്ഞാൽ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ നമുക്കറിയാം. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഇരച്ചിൽ എനിക്ക് തോന്നുന്നു, ഞാൻ അവിടെ പോയി കണ്ടിട്ടില്ല. അത് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. അത് വളരെ കിലോമീറ്ററുകൾ ദൂരെ ആ ഇരച്ചിൽ കേൾക്കാമെന്നാണ് പറയുന്നത്, അല്ലേ? അങ്ങനെ കേൾക്കാം. ആരെങ്കിലും നയാഗ്ര കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു കണ്ടവരുണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർക്കൊക്കെ അറിയാം നയാഗ്ര വെള്ളച്ചാട്ടം അവിടെ അടുക്കും തോറും നമുക്കറിയാം. അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അവിടെ അടുക്കും തോറും നമുക്ക് ഒച്ച കേൾക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയായിരുന്നു അതിൻ്റെ ഒച്ച കേൾക്കാം. ഇവിടുത്തെ അണക്കെട്ടുകളുടെ വെള്ളച്ചാട്ടങ്ങളുടെയൊക്കെ പരിധിക്ക് ഒരു പരിധിയുണ്ട്. 1 കിലോമീറ്റർ, 2 കിലോ, അല്ല 5 കിലോമീറ്റർ, എത്രയായിക്കോട്ടെ, അത്രയായിരിക്കും എൻ്റെ പരിധികൾ. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം സ്വർഗത്ത് നിന്ന് കടന്നു പോകാത്ത ഒരു സ്ഥലവുമില്ല, ഒരു സൃഷ്ടിയുമില്ല. സ്വർഗത്ത് നിന്ന് സംസാരിച്ചാൽ ആ ശബ്ദം അത് മിന്നൽ വേഗത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശബ്ദത്തിൻ്റെ മഹിമ എത്ര വലുതാണ്. എന്നാൽ നമുക്കത് വേണ്ട പോലെ കേൾക്കാൻ കഴിയാതിരിക്കുന്നത്, എല്ലാ ശബ്ദവും നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട് ശബ്ദത്തിന്. അതിൽ കൂടുതൽ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. നമുക്കത് ഓഡിബിളല്ല. മനുഷ്യ കേൾക്കാൻ പറ്റുന്ന ഓഡിബിളായിട്ടുള്ള ശബ്ദമുണ്ട്. ചെറിയ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല, വലിയ ശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ ഇവിടെ മുഴങ്ങി കേൾക്കുന്നുണ്ട്, പക്ഷെ കേൾക്കാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം പെരുവെള്ളത്തെ ഇരച്ചിൽ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഈ ദൃഷ്ടി കൊണ്ട് നമ്മുടെ കാണാൻ കഴിയാത്ത പോലെ, അവനെ കാണാൻ കഴിയാത്ത പോലെ നമ്മുടെ ചെവി കൊണ്ട് ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. എന്നാൽ യോഹന്നാൻ പത്മോസിൽ ആത്മവിശുദ്ധമായപ്പോൾ യേശുവിൻ്റെ ശബ്ദത്തെ കേൾക്കാൻ കഴിഞ്ഞു. ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം മനസ്സിലായപ്പോൾ അവൻ മനസ്സിലായി, കോടാനുകോടി കിലോമീറ്ററുകൾ അതേ ദൂരത്തിൽ വ്യാപരിക്കുന്ന തരംഗം എത്തുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച് പറയുക പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാണ്. അത് പറഞ്ഞിരിക്കുന്നത് ഗാംഭീര്യത്തെ കാണിക്കുക, ദൈവശബ്ദത്തിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ തരംഗത്തിൻ്റെ വേഗത എത്രയാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയ പെരുവെള്ളത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെരുവെള്ളത്തെ ഇരച്ചിൽ പോലെ. അതുപോലെ വംശങ്ങളും ഭാഷകളുമുള്ള ബന്ധത്തിലാണ് വെളിപ്പാട് പുസ്തകത്തിൽ പെരുവെള്ളത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വംശങ്ങൾ, പുരുഷാണ്, ജാതികളും ഭാഷകളുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് ദാനിയേൽ പ്രവചനം പറയുന്നത്, ദാനിയേൽ മനുഷ്യപുത്രനോട് സദൃശനായ ശബ്ദത്തെ ഒരു പുരുഷാരത്തിന് ആരുമെന്നാണ് പറയുന്നത്. പറഞ്ഞാൽ ഒരു പുരുഷാരം കൂടിയിട്ട് ഒരു വലിയ ഒരേ രീതിയിൽ ഒച്ച വെച്ചാൽ എന്തായിരിക്കും? അങ്ങനെ ഒരു ഒച്ചയായിരുന്നല്ലോ എരികോ മതിൽ തകർന്നു പോയത്. ഒരു പുരുഷാരം ഒരുമിച്ച് ആർപ്പിട്ടപ്പോൾ
അതൊരു ശക്തിയായി വ്യാപരിപ്പാടത്. ഇപ്പോൾ പുരുഷാർത്ഥത്തിൽ വെച്ച വംശങ്ങളുടെയും ഭാഷകളെയും വെച്ച എന്ന് പറയുമ്പോൾ വലിയൊരു പെരുവെള്ളത്തെ അരിച്ച പോലെ ആ ഗാംഭീര്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. നക്ഷത്രത്തിൻ്റെ ശബ്ദം അതുപോലെ ഇത് വെള്ളത്തോട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആലോചനയുള്ള ബന്ധത്തിൽ ഒന്ന് ഇത് ഗാംഭീര്യമുള്ളതാണ് എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ വ്യാപരിക്കുന്ന വേവ് ലെങ്തുള്ള തരംഗദൈർഘ്യമുള്ളതാണ് ദൈവത്തിൻ്റെ ശബ്ദം. അത് സ്വർഗാസ്വർഗത്തിൽ നിന്ന് ആ ശബ്ദം പുറപ്പെടുന്ന എല്ലാ മേഖലയിലേക്ക് എത്തും. നമുക്കറിയാം കർത്താവ് ലാസറിന്റെ അടുക്കൽ പോയി കല്ലറയ്ക്കൽ പോയി ലാസറെ വെളിയിൽ വരിക എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദം അവിടം കൊണ്ട് തീർന്നു പോയില്ല. എവിടെയാണോ ലാസറായിരുന്നു അബ്രഹാമിന്റെ മടിയിൽ മരിച്ച് എത്തപ്പെട്ട ലാസറിന്റെ അവിടുന്ന് ആ ആത്മാവ് ആ ശബ്ദം കേട്ടു. അതാണ് അവന്റെ വേവിലെത്തുന്ന ശബ്ദം എന്ന് പറയുമ്പോൾ, തരംഗം എന്ന് പറയുമ്പോൾ അത് എവിടെയും എത്തും. പാതാളത്തിലോ നരകത്തിലോ ഏത് സ്ഥലത്തും എത്തുന്നതാണ്, സകല സൃഷ്ടികളിലേക്കും എത്തുന്നതാണ് ദൈവവചനത്തിന്റെ ശബ്ദം. അതിന്റെ ഗാംഭീര്യത്തെയാണ് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഇതിനെ ആലോചനയുള്ള ബന്ധത്തിലും നമുക്ക് അതിനെ വെളിപ്പെടുത്താം. വെള്ളം എന്നുള്ളത് ആലോചനയുള്ള ബന്ധത്തിലും വെളിപ്പെടുത്താൻ സാധിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം, വിവേകമുള്ള പുരുഷനും അത് കോരി എടുക്കുമെന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം മനുഷ്യ ഹൃദയത്തിൽ ആലോചന ആഴമുള്ള വെള്ളമാണ്. നമ്മൾ ആലോചന എന്നുള്ളത് വെള്ളം, ആഴമുള്ള വെള്ളമാണ്. വിവേകമുള്ള പുരുഷനും അത് കോരി എടുക്കുമെന്ന് പറയുന്നത്. ചിലതാണ് കോരത്ത് പോലുമില്ല, എന്നും കോരാതെ കിടക്കുന്ന ഒരു കിണറെന്ന് പറഞ്ഞാൽ അവിടെ പിന്നീട് ഉറവയുണ്ടാകത്തില്ല. എന്നാൽ ഇതിനെ ആലോചനയുള്ള ബന്ധത്തിൽ ആഴമുള്ള വെള്ളമാണ്. മനുഷ്യന്റെ ആലോചന ആഴമുള്ള വെള്ളമാണ്. ദുരാലോചനയുണ്ട്, നല്ല ആലോചനയുണ്ട്. നല്ല ആലോചനയാണെങ്കിൽ വാസ്തവത്തിൽ ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അഭിഷേകം എന്ന് പറയുന്നത് നമുക്ക് അഗ്നിയാലിക്കത്തുള്ള നാവുകൾ അവർക്ക് പിളർന്നപ്പോൾ അവിടെ അന്തരാത്മാവിലുണ്ടായിരുന്ന ഈ ഉറവയാണ് തുറക്കപ്പെട്ടത്. അപ്പോഴാണ് അവര് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ചത്. ആഴമുള്ള വെള്ളം, ആഴം, പുറമേയുള്ള ചിന്തകളല്ല. അന്ന് പരിശുദ്ധാത്മാഭിഷേകം അവിടെ ഉണ്ടായപ്പോൾ, അവിടെ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞപ്പോൾ, അവര് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ആലോചനയുടെ വെള്ളം, ആ ഉറവ തുറക്കപ്പെട്ടു. ഒരു ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ചു, ദൈവത്തിന്റെ ആലോചനയെ പ്രസ്താവിച്ചു. അന്ന് വരെയും തുറക്കപ്പെടാതിരുന്ന ആഴമുള്ള ആ വെള്ളം, ഉറവ തുറക്കുന്നതിനെയാണ് പരിശുദ്ധാത്മാഭിഷേകം അല്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്, മനസ്സിലാക്കുന്നത്. നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരും, ആഴമുള്ള ചിന്തയായി മാറും. അത് കോരിയെടുക്കുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞത് ഭൗതികമായിട്ടുള്ള മനുഷ്യന് ആലോചനയുണ്ട്. അതിന് ആഴം വളരെ ചുരുക്കമാണ്. അതിവിടം കൊണ്ട് തീരാനുള്ള ആഴമേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ ആലോചന അത് ദുരാലോചന, മനുഷ്യ ആലോചന ആണെങ്കിൽ അതിവിടം കൊണ്ട് തീരും. മനുഷ്യന്റെ ആലോചന അത് മാറിപ്പോകുന്നതാണ്, അത് ശാശ്വതമല്ല. ദൈവത്തിന്റെ ആലോചന എന്നേക്കുമുള്ളതാണ്. എന്നാൽ ദൈവം മനുഷ്യനെ അവന്റെ സദസ്വരൂപത്തിൽ സൃഷ്ടിച്ചതുകൊണ്ട് നമുക്ക് ഈ ആലോചനയെ നിത്യ ആലോചനയാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനെയാണ് ആഴമുള്ള ആലോചന എന്ന് പറയുന്നത്. ഗുരുനിലയന്റെ പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ആഴങ്ങളെ ദൈവം തിരയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുനിലയന്റെ പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിലെ ആഴങ്ങൾ ആരായുന്നവനാണ് ദൈവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നിത്യതയോളം നിൽക്കുന്ന ആലോചന വെളിപ്പെടണമെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കണം. അന്ന് അവരവിടെ കൂടിയിരുന്ന 120 പേർ കൂടിയിരുന്നപ്പോൾ അതുവരെയും ഭൗതികമായിട്ട് പുറമെയുള്ള അവർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അവിടെ ആഴത്തിലെ അന്തരാത്മാവിലുണ്ടായിരുന്ന ആ ഉറവ അതിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ, അത് തുറക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അവിടുന്ന് ബഹിസ്ഫലിച്ചു കഴിഞ്ഞ അത് ആലോചന വൻകാര്യങ്ങളായി തീരുവാനിടയെത്തണം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെയും ഹൃദയത്തിൻ്റെ അകത്ത് ദൈവം സ്പർശിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ മനസ്സിലാക്കുവാനും അത് പ്രസ്താവിപ്പാനും കഴിയും. സദൃശവാക്യം 25-ാം വാക്യത്തിൽ പറയുന്ന മനുഷ്യഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം, വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കുന്നത് ഞാൻ വ്യാപാരം ചെയ്യും. അവൻ വ്യാപാരം ചെയ്യും. അത് ബുദ്ധിയുള്ള മനുഷ്യൻ, കഴിവുള്ള മനുഷ്യൻ, ലോകത്തിൻ്റെ വിവേകമുള്ളവർ, ജ്ഞാനികളായിട്ടുള്ളവർ അവൻ ആലോചിച്ച് പഠിച്ചും ആലോചിച്ചുമൊക്കെ അത് അവൻ്റെ ഭൗതിക ജീവിതത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ, ആത്മീയമായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആത്മാവിൻ്റെ സ്പർശനം കിട്ടിക്കഴിയുമ്പോൾ മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ആഴമേറിയ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുവാൻ, ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുവാൻ, പ്രസ്താവിപ്പാനുള്ളതാണ് ആഴമുള്ളതായി നമ്മളെ വെളിപ്പെടുമ്പോൾ. മനുഷ്യൻ്റെ ഹൃദയ ആലോചന ആഴമുള്ള വെള്ളമാണെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനയുടെ ആഴം ആർക്ക് ഗ്രഹിക്കാം? ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ എന്നാ പറഞ്ഞിരിക്കുന്നത്. ആർക്കും ഗ്രഹിക്കാൻ കഴിയത്തില്ല. റോമർക്കെഴുതിനകത്ത് പറയുക, ധനം, ദൈവത്തിൻ്റെ ജ്ഞാനം, പരിജ്ഞാനം എന്നിവയുടെ ആഴമേ ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? ഇപ്പം മനുഷ്യന്റെ ആലോചന
ആഴമുള്ള വെള്ളമാണെങ്കിൽ, എത്രമാത്രം ആഴമുണ്ടെങ്കിൽ ഓരോ മനുഷ്യനും നമ്മൾ കണ്ടുപിടുത്തങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി നോക്കിക്ക്. ഓരോരുത്തരും ഉണ്ടാക്കുന്ന കോമഡികളോ സ്കിറ്റുകളോ സിനിമകളോ ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും വിചാരിക്കും, ഇത്രയും നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്ന് വിചാരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ആലോചന എത്ര അല്ലേ മനുഷ്യൻ്റെ ആലോചനയില്ലേ? നമുക്ക് മനസ്സിലായി. ഇപ്പം ഒരു പ്ലെയിൻ പറക്കുന്നു, അല്ലെങ്കിൽ ഒരു കപ്പൽ പോകുന്നു, അപ്പോൾ ആഡംബരമായിരിക്കുന്ന പലതും ഉണ്ടാകുന്ന ചെറു പേനയുണ്ടാകും, എന്തുമുണ്ടാക്കട്ടെ അതിൻ്റെ പുറകെ ഒരു ആലോചന ഉണ്ടല്ലോ. ആലോചിക്കുവാൻ അത് ദൈവം കൊടുത്ത് മനുഷ്യന് കൊടുത്ത കഴിവാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിച്ചുകൊണ്ടാണ് അവന് ഇമാജിച്ച് അവൻ ആലോചിക്കാനുള്ള കഴിവുണ്ടായത് അല്ലേ? ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളും നാം എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യൻ്റെ ആലോചനകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഇന്ന് നാം കാണുന്ന ഓരോ ദിവസം ചെല്ലുന്തോറും ഇത് കൂടി വരികയല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചു, നമുക്ക് നേരത്തെ ഫാനൊന്നുമില്ലായിരുന്നു. ഇപ്പം ഫാൻ വന്നു, BLDC ഫാൻ വന്നു, കിടന്നുകൊണ്ട് നമുക്ക് റിമോട്ട് ചെയ്യാം. അപ്പം അനങ്ങണ്ട. മറ്റേതെന്ന് പറഞ്ഞാൽ പണ്ട് ഈ പാളയൊക്കെ ചെത്തി ഉണ്ടാക്കി പാളയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തിനു വേണ്ടിയാ? ചൂട് കാലത്ത് ഉപയോഗിച്ചത്. ഇപ്പോൾ ഫാനായി. ഫാൻ വന്നു, AC വന്നു. ഞാൻ അത് എഴുന്നേറ്റ് പോകാതെ കിടന്നുകൊണ്ട് തന്നെ റിമോട്ടായിട്ട് ചെയ്യാനുള്ള എന്തെല്ലാം മാറ്റം. ഇനിയിപ്പം എവിടെ നിന്ന് വേണമെങ്കിലും ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ ആലോചന, മനുഷ്യൻ്റെ ഈ ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾ പലതും കണ്ടുപിടിച്ച് അവൻ്റെ ആലോചന ആഴമുള്ള വെള്ളമായി കോരിയെടുത്തുകൊണ്ട് ഈ ലോകത്തിൽ പലതും അത് നൂതന കണ്ടുപിടുത്തങ്ങളായി വന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ദൈവാത്മാവിൻ്റെ സ്പർശനം തന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉറവുകൾ തുറന്നതിനായി സ്തോത്രം ചെയ്യാം. എന്ന് വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് പറഞ്ഞതുപോലെയാണ് ഈ ആലോചനയെക്കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുന്നപ്പോൾ മനുഷ്യൻ്റെ ആലോചന ആഴമുള്ള വെള്ളമാണെങ്കിൽ സകലത്തെയും അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച, താരാപദങ്ങളെ സൃഷ്ടിച്ച, മനുഷ്യൻ സൃഷ്ടിച്ച, സകലത്തെ സൃഷ്ടിച്ച അല്ലേ, ചെറിയൊരു ഉറുമ്പിൻ്റെ തലയിൽ പോലും വെച്ചിരിക്കുന്ന ബുദ്ധി എത്ര വലുതാണ്, അതിനും കഴിവുണ്ട്. അങ്ങനെ സകലത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആലോചനയുടെ ബഹുത്വം, അതാണ് അവൻ ആലോചനയിൽ ഭയങ്കരൻ. ബഹുത്വം, അവൻ്റെ ആലോചനയുടെ ബഹുത്വത്തെയാണ് ഇവിടെ പെരുവെള്ളത്തിൻ്റെ എരിച്ചിൽ പോലെ എന്നുള്ള ശബ്ദത്തോടുള്ള ബന്ധത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥദേശത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവൻ്റെ ആലോചനയ്ക്ക് തുല്യമായി മറ്റൊന്നും ഇല്ല എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പെരുവെള്ളത്തിൻ്റെ എരിച്ചിൽ പോലെ വെച്ചിരിക്കുന്നത്. യോഹന്നാൻ്റെ പുറകിൽ കേട്ട ശബ്ദത്തെ നമുക്ക് 3 കാര്യങ്ങളുടെ ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, അത് മനുഷ്യപുത്രൻ്റെ ശബ്ദം ഗാംഭീര്യമുള്ളതാണ്. പെരുവെള്ളത്തിൻ്റെ എരിച്ചിൽ പോലെ ഗാംഭീര്യമുള്ളതാണ്. മണിനാദം പോലെ സ്ഫുടതയുള്ളതാണ്. അവൻ പുറകിൽ കേട്ട ശബ്ദം സ്ഫുടതയുള്ളതാണ്. 3, ആലോചന ബഹുത്വമുള്ളതാണ്. ആലോചന ബഹുത്വമുള്ളതാണ്. ആലോചനയിൽ അവനോട് തുല്യൻ ആരുമില്ല. ഇന്ന് രാത്രിയിലും നമ്മളോടുള്ള ദൈവത്തിൻ്റെ ആലോചന, അതിന് തുല്യമായിട്ട് ആരുമില്ല. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെക്കുറിച്ച് ആലോചിച്ചത്, മറ്റുള്ള നമ്മളെക്കുറിച്ച് ആലോചിച്ചത്, ഒരുപക്ഷെ നമ്മുടെ തലമുറയെക്കുറിച്ച് ആലോചിക്കുന്നതിനൊക്കെ പരിമിതിയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന എത്ര ബഹുത്വമുള്ളതാണ്. നാം ചോദിക്കുന്നതിനേക്കാൾ, നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ആലോചിച്ച് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി, അതിനായി നമുക്കിന്ന് സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ആലോചനയും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ടെന്നാൽ നാം ചോദിക്കുന്നതിനേക്കാൾ, ആലോചിക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നമ്മിൽ പ്രവർത്തിപ്പാൻ വ്യാപരിക്കുന്നവൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയുടെ ആലോചന ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി അത് വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, മനുഷ്യവംശത്തിന് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആലോചന വ്യാപരിക്കുന്നുണ്ട്. അതിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ചോദിക്കുന്നത്, നാം ചിന്തിക്കുന്നതിനെ അതിനേക്കാൾ അപ്പുറമായി ചെയ്യുന്ന ആലോചന ബഹുത്വമുള്ള ദൈവത്തിൻ്റെ ശബ്ദം ഗാംഭീര്യമുള്ളതാണ്, സ്ഫുടതയുള്ളതാണ്, അത് ബഹുത്വമുള്ളതാണ്. അത് എത്രമാത്രമാണെന്നുള്ളത് നമുക്കാർക്കും ഗ്രഹിച്ചെടുക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവൻ്റെ ശബ്ദത്തെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്മോസിൽ ദർശിച്ച മഹത്വമായ യേശുവിനെ കുറിച്ചുള്ള വർണ്ണനയുടെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ ദർശിച്ചത്. അതിൻ്റെ തുടർന്നുള്ള വർണ്ണനയിലേക്ക് പോകുന്നത് 1-ാം അധ്യായം 16-ാം വാക്യത്തിലാണ്. 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രശോഭിക്കുന്നത് പോലെയാകുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ ശോഭിക്കുന്ന പോലെയാണ്. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്.
അപ്പം യേശുക്രിസ്തുവിൻ്റെ തലമുടി, കണ്ണ്, കാൽ, ശബ്ദം എന്നിവയെക്കുറിച്ചുള്ള വിവരണം കഴിഞ്ഞ ശേഷമായി യേശുവിൻ്റെ വലം കീഴിലിരിക്കുന്ന 7 നക്ഷത്രം, വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയേറിയ ഇരുവായത്തുള്ള വാള്, മുഖം സൂര്യനെ പോലെ ശക്തിയോടെ ശോഭിക്കുന്നത്, ഇവയെക്കുറിച്ചുള്ള വിസ്തീർണത്തിലേക്കാണ് തുടർന്ന് നാം പ്രവേശിക്കുന്നത്. 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രം എന്താണ്, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയേറിയ ഇരുവായത്തുള്ള വാൾ ഏതാണ്, അവൻ്റെ മുഖം സൂര്യനെ പോലെ ശക്തിയോടെ ശോഭിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ് തുടർന്നുള്ള ചിന്തയിലേക്ക് നാം പ്രവേശിക്കുന്നത്. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. 7 പൊൻ നിലവിളക്കുകൾ, 7 നക്ഷത്രങ്ങൾ എന്നിവ എന്താണെന്നുള്ളതിൻ്റെ വ്യക്തമായ വ്യാഖ്യാനത്തോടെയാണ് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 7 നിലവിളക്കുകളുടെ മധ്യത്തിൽ 7 നക്ഷത്രങ്ങൾ കൈയിൽ പിടിച്ചിരിക്കുന്നവനെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 7 പൊൻനിലവിളക്ക് പ്രദാനം ചെയ്യുന്നത് അന്ന് ആസിയിൽ നിലവിലുണ്ടായിരുന്ന 7 സഭകളായിരുന്നുള്ളതിന് ആർക്കും തർക്കമില്ല. അതേക്കുറിച്ച് ആരും തർക്കിക്കാൻ പറ്റത്തില്ല. അതിന് വലിയ വ്യാഖ്യാനത്തിന് ആവശ്യമില്ല. അതെന്താണ് 7 സഭകളെടുത്ത് ആഗോളപരമായ സഭയിൽ എരുശലേം സഭയുണ്ടായിരുന്നു, റോമയിൽ സഭയുണ്ടായിരുന്നു, ഗലാത്യയിൽ സഭയുണ്ടായിരുന്നു, കൊരിന്തിൽ സഭയുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആസിയയിൽ നിന്നുള്ള 7 സഭകളെ എടുത്ത് എന്തുകൊണ്ടാണ് ദൈവം അതിനെ ഈ ദൂത് എഴുതി ചോദിക്കുമ്പോൾ അവിടെയുള്ള 7 സഭകളെ എടുത്തുകൊണ്ട് അന്ന് ആ കാലഘട്ടത്തിൽ സാമ്പിളായിട്ട് എടുക്കുവാൻ എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിലെ സഭ മുതൽ അവസാന നൂറ്റാണ്ടിലെ സഭ വരെയുള്ള, അഥവാ സഭയുടെ അവസാനം വരെയുള്ള തെളിവ് പ്രാപിക്കൽ സഭയോട് വെക്കുമ്പോൾ കർത്താവിന്റെ മധ്യാകാശ വരെയുള്ള സഭകൾ അനുസരിച്ച് സഭയുടെ ശേഷിപ്പുണ്ട്. ഈ ജയാളികളുള്ള ബന്ധത്തിലാണ് സഭയുടെ ദൂത് എഴുതിയിരിക്കുന്നത്, ജയം പ്രാപിക്കുന്നതിനെ കുറിച്ച്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് പരിശുദ്ധാത്മാവ് സഭ എടുക്കപ്പെടുന്ന വരെയുള്ള ഇതിനുള്ള ബന്ധത്തിലാണ് ഈ സഭയുടെ 7 സഭകളെ കുറിച്ച്. അതിനുശേഷം 2 നിലവിളക്കിനുള്ള ബന്ധത്തിൽ തുറന്നു എഴുതിയിട്ടുണ്ട്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 7 നിലവിളക്ക് മാത്രമല്ല 2 പൊൻനിലവിളക്കുകളുമുണ്ട്. അപ്പോൾ 7 പൊൻനിലവിളക്ക്, 2 പൊൻനിലവിളക്കുണ്ട്. അപ്പോൾ സഭ 7 പൊൻനിലവിളക്കിൽ മാത്രം നമ്മൾ പഠിച്ചാണ് സാധാരണ എല്ലാവരും പോകുന്നത്. 2 പൊൻനിലവിളക്കിനെ കുറിച്ച് ആരും തന്നെ അങ്ങനെ കാര്യമായിട്ട് പഠിക്കാറുമില്ല. അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെങ്കിൽ സഭയുടെ ശേഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഗ്രഹിക്കാത്തതുകൊണ്ടാണ് പലരും പറയുന്നത് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ സഭയൊന്നും ഇല്ല എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. അത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പൊൻനിലവിളക്ക് അവിടെ ഉള്ളതിനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 നിലവിളക്കും. അതിൻ്റെ 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞത് നിലവിളക്കെന്നാണ് പറയുന്നത്. പൊൻനിലവിളക്കുന്ന ജയാളികളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവൃക്ഷവും 2 നിലവിളക്കുമാകും. നിലവിളക്ക് സഭയുള്ള ബന്ധത്തില്ല. 7 പൊൻനിലവിളക്കെന്നുള്ളത് ദൈവസ്ഥകമാകുന്ന ആദ്യജാതന്മാരുടെ സഭയെ വെളിപ്പെടുത്തുമ്പോൾ 2 നിലവിളക്ക് കാണിക്കുന്നത് തേജസ്സിൻ്റെ അടുത്ത ഗണത്തിൽപ്പെടുന്നവരെ കാണിക്കുക. അതിലേക്ക് നമ്മൾ വരും ഈ തേജസ്സിൻ്റെ ഗണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ. അപ്പോൾ 7 പൊൻനിലവിളക്ക് മാത്രമല്ല 2 നിലവിളക്കും കൂടിയുണ്ട്. നിലവിളക്ക് സഭയെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൊൻനിലവിളക്ക് 7 പൊൻനിലവിളക്കിൻ്റെ പഠനം മാത്രം മതിയോ? പോരാ. നമുക്ക് 2 നിലവിളക്ക് എന്താണെന്ന് പഠിക്കണം. ഞാനത് കാണിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് 7 നിലവിളക്ക് പൊൻനിലവിളക്കിൽ മാത്രം നിൽക്കാതെ, പഠനം പരിമിതപ്പെടുത്താതെ ദൈവസഭയുടെ ശേഷിപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 പൊൻനിലവിളക്ക് എന്ന് പറയുന്നത് കർത്താവിൻ്റെ മധ്യാകാശ വരവ് വന്നിട്ടില്ല. അപ്പോൾ കർത്താവിൻ്റെ മധ്യാകാശ വരവ് വന്നപ്പോൾ പൊൻനിലവിളക്കിൻ്റെ ഭാഗമായിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ എടുക്കപ്പെടും. അതിനുശേഷമായി പൊൻനിലവിളക്ക് എന്നല്ല പറയുന്നത് നിലവിളക്ക്. നിലവിളക്ക് ഭൂമിയിലുള്ള തന്നെയാണ് നിലവിളക്ക്. വിളക്കെന്നല്ല, നിലവിളക്ക്. നിലത്തുള്ള നിലവിളക്ക് ഭൂമിയിലുള്ള സഭയെയാണ് 7 പൊൻനിലവിളക്ക് കാണിക്കുന്നത്. അതിൽ 7 പൊൻനിലവിളക്ക് എന്നുള്ള സഭയുള്ള ബന്ധത്തിലാണെന്നുള്ളതും അത് തേജസ്സുള്ള ദൈവസഭയുടെ ആദിജാതന്മാരുടെ സഭയെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്, പൂർണ്ണതയെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് 7 പൊൻനിലവിളക്ക് കാണിക്കുന്നത് എന്നുള്ളതും. എന്നാൽ 7 പൊൻനിലവിളക്ക് ശേഷമായി 2 പൊൻനിലവിളക്കും പിന്നെ കൈവിളക്കും ഉണ്ടെന്നുള്ളതും നമ്മൾ പഠിക്കണം. അപ്പോൾ ദൈവസഭയുടെ ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 7 പൊൻനിലവിളക്ക്, 2 നിലവിളക്ക്, പിന്നീട് കൈവിളക്ക്. അപ്പം ഇപ്പം ഞാനത് പറഞ്ഞു പോയാൽ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇങ്ങനെയാണ് സഭയെ പഠിക്കേണ്ടത്. അപ്പം ലോകത്തിൻ്റെ രണ്ടാമത്തെ വരവ് വരെ സഭയുടെ ശേഷിപ്പുണ്ട്. 1-ാം വരവ് മുതൽ 2-ാം വരവ് വരെ സഭയുടെ ശേഷിപ്പുണ്ട്. 7 പൊൻനിലവിളക്ക് എന്നുള്ളത് കർത്താവിൻ്റെ മധ്യാകാശ വരവ് വരെയുള്ളതാണ്. മധ്യാകാശ വരവിന് ശേഷമായിട്ട് 1-ാമത്തെ പുനരുത്ഥാനം നടക്കുന്ന വരെയുള്ളത് 2 നിലവിളക്കാണ്. അതിനുശേഷം കർത്താവിൻ്റെ 2-ാമത്തെ വരവിന് കൈവിളക്കേന്ത്യ കന്യകമാരാണ് അവനെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം 7 പൊൻനിലവിളക്ക്, 2 നിലവിളക്ക്, കൈവിളക്കുകൾ എന്തൊക്കെയാണെന്ന് ഇപ്പം നിങ്ങളതേക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളതിൻ്റെ സന്ദർഭത്തിനനുസരിച്ച്
അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അപ്പം ഈ ഇത്രയും മനസ്സിലായാലും 7 പൊൻവിളക്ക് മാത്രമല്ല, 2 നിലവിളക്കുമുണ്ട്. കൈവിളക്കേന്തിയ കന്യകമാർ, അവർ പാത്രത്തെ എണ്ണയും എടുത്ത് നീങ്ങുന്നവർ. അത് സഭയുടെ സുവിശേഷത്തിൻ്റെ ശേഷിപ്പിനെ കാണിക്കുന്നത്. അവരൊരിക്കലും മണവാട്ടി സഭയല്ല വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് പലരും തെറ്റായി പഠിച്ചു വെച്ചിരിക്കുന്ന 10 കന്യകമാരിൽ 5 പേരെക്കുറിച്ച് അത് കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. മണവാട്ടി സഭ കല്യാണ സദ്യക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരല്ല. ഒരു കല്യാണത്തിന് മണവാട്ടി ക്ഷണിക്കപ്പെട്ട വ്യത്യാസമില്ല. കല്യാണ സദ്യക്ക് വേണ്ടിയാണോ അന്ന് മണവാട്ടി ഒരുങ്ങി നിൽക്കുന്നത്? ആണോ? ഒരു പെൺകുട്ടിയെ കല്യാണത്തിന് ഒരുക്കേണ്ടി ചെല്ലുമ്പം കല്യാണ സദ്യക്ക് വേണ്ടിയാണ് ആ പെണ്ണവിടെ ഒരുങ്ങി ചെല്ലുന്നത്? അല്ല. നമ്മളെ ദൈവം ഒരുക്കുന്ന കല്യാണത്തിന് വേണ്ടി, മണവാളൻ്റെ മണവാട്ടിയായിട്ടാണ്. എന്നെ ദൈവം ഒരുക്കുന്ന കൈവിളക്കേന്തിക്ക് 5 കന്യകമാർപ്പെടാനല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആണെങ്കിൽ ആയിരിക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ പറഞ്ഞത് ദൈവസഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ 7 പൊൻനിലവിളക്കെന്നുള്ളത് തികവാകുന്ന ആദിജാതന്മാരുടെ സഭയെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചും, 2 നിലവിളക്കെന്നുള്ളത് ചന്ദ്രശോഭ പ്രാപിക്കുന്ന തോഴിമാരാകുന്ന കന്യകമാർ, അവർ സ്വകദേശം പ്രാപിക്കുന്നവരാണ്. കുഞ്ഞാടിൻ്റെ തോഴി, ഞാനിത് പറഞ്ഞു പോയില്ല, പിന്നെ എനിക്ക് സംശയം ഒരുപാട് വർദ്ധിക്കും, അത് ഒരായിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ജസ്റ്റ് ഹിൻഡ് പറഞ്ഞു പോകുന്നത്. അപ്പം 7 പൊൻനിലവിളക്കെന്നുള്ളത് മണവാളൻ്റെ ആത്മമണവാട്ടിയാകുന്ന തേജസ്സിൻ്റെ സൂര്യതേജസ് പ്രാപിക്കുന്ന പുനരുത്ഥാനത്തിൽ തേജസ്സിൽ പ്രാപിക്കുന്നവരാണെങ്കിൽ, 2 നിലവിളക്കുള്ളത് അത് ചന്ദ്ര തേജസ്സുള്ളവരാണ്. അവർ കുഞ്ഞാടിൻ്റെ മണവാട്ടിയുടെ തോഴിമാട് ഗണത്തിൽപ്പെടുന്നവരാണ്. എന്നാൽ കൈവിളക്കേന്തിയ ബുദ്ധിയുള്ള കന്യകമാർ കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ അവനെ മണവാളനും മണവാട്ടിയും പരിവാരങ്ങളും വരുമ്പോൾ ഭാര്യഗ്രഹമായിരിക്കുന്ന ഈ വധുഗ്രഹത്തിലേക്ക് വരുമ്പോൾ അവനെ ആർപ്പുവിളിയോടെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരാണ് ബുദ്ധിയുള്ള 5 കന്യകമാർ. അവരെയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിളക്കിനോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും മതി. ബാക്കി നമ്മൾ പിന്നീട് അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഞാനത് ഒന്ന് പറഞ്ഞു പോയില്ലെങ്കിൽ നിങ്ങൾക്ക് അതേക്കുറിച്ച് സംശയം തോന്നും. എന്താണെന്നുള്ള വലിയൊരു സംശയം വന്ന് ഉറക്കമൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ ഇടയാകേണ്ടതിന് വേണ്ടിയാണ് ഞാൻ രാത്രി അത് പറഞ്ഞു പോയത് കേട്ടോ. എന്തായിരിക്കും 7 പൊൻനിലവിളക്ക്, എന്തായിരിക്കും 2 നിലവിളക്ക്, എന്തായിരിക്കും 5 കൈവിളക്കുകൾ എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് ആരും ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് രാത്രി അതിൻ്റെ ഒരു രത്നച്ചുരുക്കം പറഞ്ഞു പോയത്. കൂടുതൽ വിവരങ്ങൾ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ വചനം പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് എല്ലാത്തിനും ചോദ്യം ചോദിക്കരുത്. എല്ലാത്തിനും മറുപടിയുണ്ട്. മരണാനന്തരമുള്ള മനുഷ്യർ എവിടെ പോകുന്നു, യേശു പാതാളത്തിൽ പോയോ, സുവിശേഷം അറിയിച്ചോ, ഇവരെക്കുറിച്ചൊക്കെ ഞാൻ അതിൻ്റെ സമയത്ത് അതിൻ്റെ മറുപടി തരും. അതൊന്നും കയറി പറയത്തില്ല. കഴിഞ്ഞ ദിവസം ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നത് മറുപടി നൽകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് മനസ്സിലായി, അങ്ങനെ മറുപടി പറഞ്ഞു പോയാൽ നമ്മുടെ പഠനം മുമ്പോട്ട് പോകത്തില്ല. അതുകൊണ്ട് അതിൻ്റെ സമയത്ത് നിങ്ങൾ എത്ര ചോദിച്ചാൽ ചോദ്യം, ആ ചോദ്യങ്ങൾ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ചോദ്യം യൂട്യൂബിൽ ഇരുന്ന് അല്ലെങ്കിൽ ഏത് ചോദ്യം ചോദിച്ചാൽ ഒന്നും അതിന് ഉത്തരം പഠിച്ചു പോകുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള ചോദ്യങ്ങൾ അപ്പം തന്നെ മറുപടി വരും. അല്ലാതെ അല്ലാത്തുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പം ഞാൻ മറുപടി പറയത്തില്ല. അങ്ങനെ പറഞ്ഞു പോയാൽ നമ്മുടെ പഠനം മുമ്പോട്ട് പോകത്തില്ല. ചില അങ്ങനെ അഭിപ്രായങ്ങൾ കുറിക്കുന്നതിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ സത്യസന്ധമായിട്ട് ഞാനതിനെ വെൽക്കം ചെയ്യാം. നല്ലതാകട്ടെ, എന്തുമാകട്ടെ, ഞാൻ സഹായം ചെയ്യുന്നു. ആ ചോദ്യങ്ങളെല്ലാം എഴുതി വയ്ക്കും. അതിൻ്റെ സമയത്ത് അതിൻ്റെ മറുപടി നൽകുന്നതായിരിക്കും. അതിന് നേരത്തെ കയറി മറുപടി പറഞ്ഞാൽ നമ്മുടെ പഠനം മുടങ്ങിപ്പോകുന്നതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ എടുക്കാതിരിക്കുന്നത്. അതിൻ്റെ സമയത്ത് മനുഷ്യൻ എവിടെയാണ്, ഏതെല്ലാം നിരകളുണ്ട്, ഏതെല്ലാം തേജസ് ഉള്ളവരുണ്ട്, ഏതെല്ലാം പുനരുത്ഥാനമുണ്ട്, എപ്പോഴാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നത്, 7 പൊൻനിലവിളക്ക് എപ്പോൾ പുനരുത്ഥാനം പ്രാപിക്കും, 2 നിലവിളക്കുള്ള എവിടെയാണ്, 5 കൈവിളക്കുള്ള ബുദ്ധിയുള്ളവർ എവിടെയാണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിലല്ലേ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള 22 അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ കാഴ്ചപ്പാടുകളും നമുക്ക് നൽകും എന്നുള്ളത് ദൈവം അനുവദിച്ചാൽ നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ധൃതി വെച്ച് ആരും മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട. ഇപ്പോൾ പഠിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ന്യായമായിട്ടുള്ള ഏത് ചോദ്യങ്ങളും ചോദിക്കാമെന്നും അതിൻ്റെതായിട്ടുള്ള ആ രീതിയിൽ അന്നേരം പറയേണ്ട ഉത്തരങ്ങളാണെങ്കിൽ അത് മറുപടി നൽകുമെന്നും ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് രാത്രി നമുക്ക് അല്പം കൂടി മുമ്പോട്ട് പോകണം. ഇവിടെ 7 പൊൻനിലവിളക്കെന്നുള്ളത് ദൈവസഭയുടെ തികവ് പ്രാപിക്കുന്ന 7 സഭകൾ. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ആസിയയിലെ 7 സഭകൾ എന്ന് പറയുമ്പോൾ അടുത്തുള്ള 7 സഭകൾ, നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പുറകിൽ കൊടുക്കുന്ന ബാക്കി അവർ എടുത്തു കഴിഞ്ഞാൽ ആസിയയിലെ സഭകളെ കുറിച്ച് നോക്കുമ്പോൾ സ്പർണ്ണ സഭകളെ കുറിച്ച് നമുക്ക് അവിടെ തന്നെ അടുത്തടുത്ത് ഏഴായിട്ട് നമുക്ക് സ്പോട്ട് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മളൊരു അരിച്ചാക്ക് കണ്ടു കഴിഞ്ഞാൽ, പല അരികളിരിക്കുന്ന കടയിൽ ചെന്ന് കഴിയുമ്പോൾ
ആ അരി ഏതാണ് നമുക്കറിയാം, എത്രയോ അരികളുണ്ട് അല്ലേ, ഏതെല്ലാം അരികളുണ്ട്. മട്ട, ജയ, പല അരികളുണ്ട്. കടയിൽ പോയ ഏതൊക്കെയാവും, ഇഷ്ടംപോലെ അരികൾ, പച്ചരി, കുത്തരി, ജാഗരി, ജാഗരിക്ക് എത്രയാ വിഭവങ്ങളായിരിക്കുന്നത്. ഇങ്ങനെ ചാക്കളിരിക്കുമ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടുപോയി വേവിച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പം ഒരു അരി അറിയണമെന്നുണ്ടെങ്കിൽ സാമ്പിൾ അടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് 1/2 കിലോ 1 കിലോ കൊണ്ടുപോയി നമ്മൾ ചോറ് വെച്ച് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെ അന്നുള്ള 7 സഭകളെ ദൈവം സാമ്പിളായിട്ട് എടുത്തു. എന്തിനു വേണ്ടിയെന്നറിയാമോ? 7 കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് സഭകൾക്കെതിരെയുള്ള സാത്താനിക തന്ത്രങ്ങൾ, എങ്ങനെ അതിജീവിക്കണം, ഓരോ കാലഘട്ടത്തിലും ഏതായിരിക്കും ഏറ്റവും പ്രസക്തമായിരിക്കുന്ന സാത്താനിക തന്ത്രങ്ങൾ, അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഓരോ സഭകളെ ദൈവം സാമ്പിളായിട്ട് എടുത്ത് പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ചാക്കിലിരിക്കുന്ന അരി ഏതാണ് നല്ലതെന്ന്, അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏത് നല്ലതായി, ഏതാണെന്നുള്ളത് വേവ് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി അത് മുഴുവനും കൊണ്ടുപോയി നമ്മൾ ചോറ് വെച്ചിട്ടല്ല ചിന്തിക്കുന്നത്. അത് നമുക്കറിയത്തില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിൾ കൊണ്ടുപോയി അത് വെച്ച് നോക്കിയിട്ട് മനസ്സിലാക്കി ഇത് വേവുള്ളതാണോ വേവില്ലാത്തതാണോ, ഇത് വെന്തു പോകുമോ ഒക്കെ മനസ്സിലാക്കി എടുക്കുക. എന്ന് പറഞ്ഞ പോലെ 7 സഭകളെ ദൈവം സാമ്പിളായിട്ട് എടുത്ത് അതിനാണ് 7 സഭകൾ. അപ്പോൾ 7 സഭകൾ എന്നുള്ളത് 7 പൊൻനിലവിളക്കളെയുള്ള ബന്ധത്തിൽ കാണിക്കുന്നു. അത് ദൈവം നമുക്ക് സഭകളുള്ള പഠിത്തത്തിൽ ഗ്രഹിക്കേണ്ട, ആഗോള സഭയ്ക്ക് മനസ്സിലാക്കി തരേണ്ട, ജയാളികളായി തീരാൻ പ്രാപ്തന്മാരാക്കി തീർക്കാനുള്ള സന്ദേശത്തെയാണ് രത്നച്ചുരുക്കമായി തന്നിരിക്കുന്ന 7 പൊൻനിലവിളക്കാണ്. ഇവിടെ 7 നക്ഷത്രങ്ങൾ എന്നുള്ളത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു വ്യാഖ്യാനം നമുക്ക് ആവശ്യമാണ്. കാരണം ദൂതന്മാരാണോ മനുഷ്യരാണോ എന്നൊക്കെയുള്ള ചിന്താഗതികൾ വരും, ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പോൾ സഖ്രിയാവിന്റെ കാണുന്ന ഒരു കുടം, അതിന് 7 കുഴലുകളുണ്ടായിരുന്നു, വിളക്കുകളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നുള്ളത് സഖ്രിയാവിന്റെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഖ്രിയാവ് കാണുന്ന ഒരു വിളക്കിനെക്കുറിച്ച്, വിളക്കുദാണ്ടിനെക്കുറിച്ചും അതിന് തലയ്ക്കുള്ള കുടത്തെക്കുറിച്ചും അതിൽ 7 ദീപങ്ങളെക്കുറിച്ചും അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന 7 കുഴലുകളെക്കുറിച്ചും ഉണ്ട്. ഇതെല്ലാം ഇതിനോട് ബന്ധത്തിലാണ് നിൽക്കുന്നത്. അന്ന് സഖ്രിയാവ് ഉണ്ട് അതിനോട് ബന്ധത്തിലാണെങ്കിൽ ഇതിനോടുള്ള ബന്ധത്തിൽ അവിടെ 2 ഒലിവ് മരത്തെക്കുറിച്ചും ഒലിവ് കൊമ്പിനെക്കുറിച്ചും പൊന്നിറം ഒഴുകുന്ന ഇതിനെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തുന്നത്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. സഖ്രിയാവ് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക. അത് ഇതിനോട് ബന്ധപ്പെടാൻ നിൽക്കുന്നത്. അപ്പോൾ 7 കുഴൽ എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞ 7 കുഴൽ 7 ദൂതന്മാരുടെ ബന്ധം ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് സഭയെ ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം കയ്യിലിരിക്കുന്ന 7 നക്ഷത്രങ്ങൾ ഭൂമിയിലുള്ള ദൈവസഭയുള്ള ബന്ധത്തിൽ ദൂതറിയിക്കുന്ന ശുശ്രൂഷക വൃന്ദത്തെയാണ് ഈ നക്ഷത്രങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ശുശ്രൂഷന്മാർ, ദൈവത്തിൻ്റെ കയ്യിലുള്ളവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏത് ഭരണത്തിനും ഏത് കാര്യത്തിനും അവൻ്റെ കയ്യിലെ ആൾക്കാർ കാണും അല്ലേ. ഒരു രാഷ്ട്രം ഭരിക്കണമെങ്കിൽ അതിന് ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ജോലിക്കാർ അവൻ ഉന്നതന്മാരായിരിക്കുന്ന ആലോചന പറഞ്ഞു കൊടുക്കുന്ന ഒരു സിസ്റ്റം, ബ്യൂറോക്രസി ഒക്കെ കാണും. അതെല്ലാം അവരുടെ കൈക്കലുള്ളതാണ്, അവരുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സഭയെ അവൻ്റെ കൈക്കലുള്ള ആടുകളെ മേയ്ക്കാൻ വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന ശുശ്രൂഷ ബന്ധത്തിലുള്ളവരെയാണ് ഈ 7 നക്ഷത്രങ്ങൾ കാണിച്ചിരിക്കുന്നത്. ദൈവസഭയെ അവിടെ നിലനിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന നക്ഷത്രങ്ങളെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് 7 നക്ഷത്രം ഉള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മനുഷ്യനാണെന്നുള്ളതിനെ വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ വേഗത്തിൽ 1-2 തെളിവുകൾ തരാം. ഇപ്പോൾ ഇരുൾ നിറഞ്ഞ ഈ ലോകത്തിൽ ആത്മീയ വെളിച്ചമാണ് ദൈവസഭകൾ, പൊൻനിലവിളക്കുകൾ. അത് അണഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ വഹിക്കപ്പെടുന്ന ദൂതവൃന്ദമാണ്, ആത്മീയ വൃന്ദമാണ് ദൈവത്തിൻ്റെ കയ്യിലെ 7 നക്ഷത്രങ്ങൾ എന്നുള്ളത്. അതാണ് എൻ്റെ ചുരുക്കത്തിലുള്ള സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ. അപ്പം ദൈവസഭകൾ നിലവിളക്കുകളായി പ്രകാശം കൊടുക്കുന്ന ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്. അവൻ്റെ ശരീരമാകുന്ന സഭ, ക്രിസ്തുവിനാൽ ശോഭിതമായിരിക്കുന്ന ദൈവസഭ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നമുക്കിവിടെ ഇലിമിനേഷൻ ബൾബ് ഇടേണ്ട ആവശ്യമില്ല, ഉണ്ടോ? ഇല്ല. നമ്മളാരും നമ്മുടെ സഭകൾ, നമ്മുടെ മീറ്റിങ്ങുകളൊന്നും ലൈറ്റിട്ടല്ല നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. കഥാപരം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പം നമ്മളെയാണ് ദൈവം പ്രകാശിപ്പിക്കുന്നത്, അനുദിനം പ്രകാശിപ്പിക്കുന്നത്. നമ്മൾ ഇരുൾ മാറി വെളിച്ചമായി തരും. നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ളവരാണെങ്കിൽ ആ ദേശത്തൊരു വെളിച്ചമായിരിക്കും. നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നീ ആയിരിക്കുന്ന ഓഫീസിൽ, നീ ആയിരിക്കുന്ന ദേശത്ത് നീ ഒരു വ്യത്യസ്തതയുള്ളതായിരിക്കും. ഞാൻ നിങ്ങളുമായിരിക്കുന്ന ദേശത്ത് നമ്മൾ വിളക്കുകളാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും, അത് വേർപെട്ടവരായിരിക്കും. വെളിച്ചമുള്ളും നമ്മൾ യോജിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വിളക്കുകൾ
ആണ് ദൈവസഭകൾ അതേത് കാലഘട്ടത്തിൽ നിൽക്കുവാൻ. 1-ാം നൂറ്റാണ്ടിൽ ദൈവം ആരംഭം വിട്ട ആ സഭ അത് കർത്താവിൻ്റെ മധ്യാകാശ വരവരെയും തേജസ്സുള്ള ദൈവസഭകൾക്കാണ്. അതിന് ശേഷവും തേജസ്സിൽ അല്പം എന്ന് പറഞ്ഞാൽ കുറവ് സംഭവിച്ചാലും സഭകൾ ഇവിടെ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ തേജസ്സുള്ള സഭയൊക്കെ. അപ്പോൾ നക്ഷത്രങ്ങൾ, ദൂതന്മാർ, ഇതുപോലെ ഹഗായിയുടെ 1-ാം 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ദൂതന്മാരാകുന്നതാണ്. അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗായി യഹോവയുടെ ദൂതായ ജനത്തോടും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ ഉള്ളപ്പാട്. അപ്പോൾ ദൂത് അറിയിക്കുന്ന പ്രവാചകന്മാർ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങളോട് ബന്ധത്തിലായിരുന്നു. യഹോവയുടെ ദൂതനായ ഹഗായി ദൂതായ ജനത്തോട്. അപ്പോൾ ദൂത് അറിയിക്കുന്നവർ അവർ ദൈവത്തിൻ്റെ പ്രവാചകന്മാരുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ദൂതന്മാർ. അപ്പം 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ദൂതന്മാരുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നത് 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു പറഞ്ഞു. അപ്പോൾ 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. അപ്പോൾ നക്ഷത്രം എന്നുള്ള ദൂതന്മാരാണ്. ദൈവത്തിൻ്റെ ദൂത് ദൈവസഭകളിലേക്ക് പകർന്നു കൊടുക്കുന്നവരാണ് ഈ പറയുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ദൂതന്മാരാകുന്നു എന്നുള്ളത് നക്ഷത്രത്തോട് ബന്ധത്തിലാകുമ്പോൾ ഈ പ്രവാചകന്മാർ അന്ന് പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ അവർ ദൂതന്മാരായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ നക്ഷത്രത്തോട് തുല്യമായിട്ട് കാണാൻ സാധിക്കും. അനേകരെ ദൈവത്തിനെത്തിയിരിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരോടുള്ള ബന്ധത്തിലാണ്, ദൂതറിയിക്കുന്ന മനുഷ്യരായിരിക്കുന്ന പ്രവാചകന്മാരുടെ ബന്ധത്തിലാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ദൂതന്മാർ മനുഷ്യനായിരുന്നു. പിന്നീട് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ദൂതന്മാരായിരുന്നത് പോലെ പുരോഹിതന്മാരും രാജാക്കന്മാരും ദൈവത്തിന് ദൂതറിയിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലെ അന്നത്തെ നക്ഷത്രങ്ങളായി. നമുക്ക് അതാണ് പറയുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 29:9 മലാഖിയുടെ പ്രവചനം 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ ഇത് കാണാൻ സാധിക്കില്ല. മലാഖിയുടെ പ്രവചനം 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്ന പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവൻ്റെ അതിരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ലോ. അപ്പോൾ യഹോവയുടെ ദൂതനാണ് പുരോഹിതൻ. പ്രവാചകൻ യഹോവയുടെ ദൂതനാണ്, പുരോഹിതൻ യഹോവയുടെ ദൂതനാണ്. അവൻ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കണം. അവനോട് ചോദിക്കേണ്ടതും പഠിക്കേണ്ടതുമല്ലോ. ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കുമ്പോൾ അത് പറയാൻ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണമെന്നാണ് പറയുന്നത്. അന്നത്തെ പുരോഹിതന്മാർ അവർ ന്യായപ്രമാണത്തിൽ അവർ പഠിപ്പുണ്ടായിരിക്കണം. അതാണ് പുരോഹിതന്മാരെ. ഇപ്പോൾ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ ദൂതന്മാരായിരുന്നു, നക്ഷത്രങ്ങൾക്ക് തുല്യമായിരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 29-ാം വാക്യത്തിൽ പറയുന്നത് ആകീശ് ദാവീദിനോട് എനിക്കറിയാം, എനിക്ക് നിന്നെ ഒരു ദൈവദൂതനെ പോലെ ബോധിച്ചിരിക്കുന്നു. ശത്രുക്കൾക്ക് പോലും പറയുക നീ ഒരു ദൈവദൂതന് തുല്യമാണ്. അതായത് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമ്മൾ എവിടെയായിരുന്നാലും ആ വ്യത്യസ്ത വെളിപ്പെടുത്തുവാൻ ഇടയാത്തരും ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രാജാക്കന്മാർ ദൈവദൂതന്മാരെ പോലെ ഞാനുണ്ടായിരുന്നു ആയിരുന്നുവെന്നാണ് നമുക്ക് 2 ശമൂവേലിന്റെ 14-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ യജമാനായ രാജാവിൻ്റെ കൽപ്പന ആശ്വാസമായിരിക്കട്ടെ, ഗുണവും ദോഷവും തിരിച്ചറിയുവാൻ യജമാന രാജാവ് ഒരു ദൈവദൂതനെ പോലെ ഇരിക്കുന്നുവെന്ന് അടിയൻ വിചാരിച്ചു. അവൾ പറയുകയാണ്, തെക്കോവയിലെ ജ്ഞാനമുള്ള സ്ത്രീ അവൾ പറയുക, അവൾ വിചാരിച്ചത് ഈ ദാവീദ് രാജാവ് ജ്ഞാനമുള്ളവനായിരിക്കുമെന്നാണ്. അങ്ങനെയാണെന്നുള്ളത് നമുക്കത് പിന്നീട് 14-ാമത്തെ 20-ാം വാക്യത്തിൽ പറയാം. 2-ാം അധ്യായം 14-17 പറയാണ് യജമാന രാജാവിൻ്റെ കൽപ്പന ആശ്വാസമായിരിക്കട്ടെ, ഗുണവും ദോഷവും തിരിച്ചറിയുവാൻ യജമാനായ രാജാവ് ഒരു ദൈവദൂതനെ പോലെ ഇരിക്കുന്നുവെന്ന് അടിയൻ വിചാരിച്ചു. തെക്കോവയിലെ വിവേകമതിയായ സ്ത്രീ പറയുകയാണ്, ഞാൻ വിചാരിച്ചു രാജാവേ നീ അങ്ങ് ഒരു ദൈവദൂതനെ പോലെ ഇരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചു. ദൂത് അറിയിക്കുന്ന ദൈവദൂതനെ പോലെ ഇരിക്കുന്ന അടിയൻ വിചാരിച്ചു. 2 ശമൂവേൽ 14-20 പറയാം, എന്നാൽ ഭൂമിയിലുള്ളതൊക്കെയും അറിവാൻ ഒരു ദൈവദൂതന് ജ്ഞാനത്തിനൊത്തവണ്ണം എൻ്റെ യജമാനൻ ജ്ഞാനമുള്ളവനാകുന്നെന്ന് അവൾ തന്നെ പരിപാടിയായിരുന്നു. അപ്പോൾ പുരോഹിതന്മാർ ദൂതന്മാരായിരുന്നു, പ്രവാചകന്മാർ ദൂതന്മാരായിരുന്നു, രാജാക്കന്മാർ ദൂതന്മാരായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനെ ഭരിക്കാനായിട്ട് അഭിഷേകം ചെയ്യുന്ന രാജാക്കന്മാർ, അവരുടെ ആത്മീയ കാര്യങ്ങളിൽ ഉപദേശം പറഞ്ഞു കൊടുക്കുന്ന പുരോഹിതന്മാർ, ഭാവി കാലത്തെക്കുറിച്ചും അവിടെ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുന്ന പ്രവാചകന്മാർ, ഇവരെല്ലാം ദൈവത്തിൻ്റെ ദൂതന്മാരായിരുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ എന്നിവർ ദൈവത്തിൻ്റെ ദൂതന്മാരായിരുന്നു. അവരെല്ലാവരും നമ്മെപ്പോലെ മനുഷ്യരുമായിരുന്നു എന്നാണ് ഇത് തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ പുതിയ സഭയോടുള്ള ബന്ധത്തിൽ ദൂതന്മാരെക്കുറിച്ചാണ് വെളിപ്പാട് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ഇപ്പോഴവിടെ രാജാക്കന്മാരില്ല, അങ്ങനെയുള്ള പുരോഹിതന്മാരില്ല,
അങ്ങനെയുള്ള പ്രവാചകന്മാർ പഴയ നിയമത്തിലുണ്ടായിരുന്നവർ ഒരു പ്രത്യേകമായിട്ടുള്ള അഭിഷേകമുള്ളവരായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ആരായിരിക്കും എന്നുള്ളത് പറയുമ്പോൾ അതിൽ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 23-ാം വാക്യവും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 25-ാം വാക്യവും വായിച്ച് ഇന്ന് ഈ രാത്രിയിലെ സന്ദേശം അവസാനിപ്പിക്കുക. സമയം തീർന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ നിർത്താൻ പോകുക. മുമ്പോട്ട് പോയി. അപ്പോൾ ആരാണ് സഭയുടെ ദൂതന്മാർ എന്നുള്ളത് ഈ 2 വേദഭാഗങ്ങൾ വായിച്ചിട്ട് വേഗത്തിൽ ഞാനത് കൺക്ലൂഡ് ചെയ്യും. പറഞ്ഞിരിക്കുന്നത് തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ. അപ്പോൾ ആരാണ് ദൂതന്മാരാരാണ്? നമ്മുടെ സഹോദരന്മാർ. നക്ഷത്രക്കാരാണ് സഹോദരന്മാർ, നമ്മുടെ സഹോദരന്മാർ. ദൂതറിയിക്കുന്ന ദൈവത്തിന് ദൂത് കൈമാറും ചെയ്യുന്നവരെല്ലാം ക്രിസ്തുവിന് മഹത്വമായ സഹോദരന്മാർ ദൈവസഭകളിലെ ദൂതന്മാരാകുന്നു. സഹോദരന്മാർ എന്ന് പറയുമ്പോൾ അവൻ സഹോദരന്മാരില്ലെന്നല്ല, ആരെല്ലാം ദൈവത്തിൻ്റെ മഹത്വമായ ദൂതുകൾ മഹത്വമായ കാര്യങ്ങൾ ചെയ്യുന്നുവോ അവർ ദൈവസഭകളിലെ ദൂതന്മാരാകുന്നു. ദൂതന്മാരുടെ വിവരണത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഓരോ സഭാ കാലയളവിലും ഓരോരോ ദൂതന്മാരായിരിക്കും സഭയെ നയിക്കുന്നുള്ള ചിന്ത തെറ്റായ ചിന്തയാണ്. അങ്ങനെയുള്ള ചിന്ത ചില വിചാരിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ ദൂതൻ എന്നുള്ളത്, ഓരോ സഭയുടെ പീരീഡിലും ഓരോ ദൂതന്മാർ, ഒരു മനുഷ്യൻ. ഇല്ല, അങ്ങനെയില്ല. കാരണം ഇവിടെ പരിശുദ്ധാത്മാവാം ദൈവം ഉള്ളതുകൊണ്ട് അതിന് മീതെ ഒരു അഭിഷേകമില്ല. പരിശുദ്ധാത്മാവിന് മീതെ ഒരു ദൂതനില്ല, ഒരു വ്യക്തിയുമില്ല. ഓരോ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യേണ്ട. ഇവിടെ ഒരു വ്യക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ് വലുത് എന്ന് ഞാൻ പറയാം. ഒരു കാലഘട്ടത്തിലും ഒരു വ്യക്തിയിലല്ല ദൈവസഭ നിൽക്കുന്നത്. ക്രിസ്തുവിന് അടിസ്ഥാനത്തിന്മേൽ നിൽക്കുന്നു. അവൻ ആളത്വപരമായിട്ടുണ്ട്. പരിശുദ്ധാത്മാവൻ ആളത്വത്തിലാണ് സഭ നിൽക്കുന്നത്, അല്ലാതെ ഒരു വ്യക്തിയിലല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയിലാണ് സഭ ഇവിടുത്തെ മോക്ഷ്യശാസ്ത്രമുള്ള മനുഷ്യൻ്റെ ആണ് പണിയപ്പെടുന്നെങ്കിൽ അത് ദൈവികമല്ല. അപ്പോൾ ദൂതന്മാരെന്നുള്ളത് ദൂതൻ എന്നുള്ളത് ഏകവചനത്തില്ല, ദൂതന്മാർ എന്നുള്ളത്. അപ്പോൾ 7 സഭകളുടെ ദൂതന്മാരാകും. ഇപ്പം ചിലർ പഠിപ്പിച്ച് അത് ചില വ്യക്തികളെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അവരാണ് ഈ കാലഘട്ടത്തിൽ ദൂതനാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ വശീകരിച്ച് തെറ്റായ ഉപദേശത്തിലേക്ക് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ മീതെ ഒരു വ്യക്തിയില്ല, ഒരു അഭിഷേകമില്ല, ഒരു ദൂതനുമില്ല. ഇന്ന് ഈ ഭൂമിയിൽ ഞാനിത് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് സംസാരിക്കുന്നത്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അതീതമായിട്ട് ഒരു വ്യക്തിയില്ല, ഒരു ദൂതനുമില്ല, ഒരു അഭിഷേകവുമില്ല. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ സ്ഥാപിതമായിരിക്കുന്ന സഭ 7 പൊൻനിലവിളക്കുകളുടെ ബന്ധത്തിൽ അത് പൂർത്തീകരിക്കപ്പെട്ട് എടുക്കപ്പെടുന്നവരെയും ഇവിടെ ഓരോ കാലഘട്ടത്തിൽ ഓരോരോ പ്രത്യേക ദൂതന്മാരെ ദൈവം ആക്കി വെച്ചിട്ടില്ല. അതൊരു ദൂതന്മാരുടെ കൂട്ടമാണ്. ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ശുശ്രൂഷ ബന്ധത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതല്ലാതെ ഒരു വ്യക്തിയല്ല. ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിലെ ഏതെങ്കിലും ഒരു സഭയുടെ വീട്ടിലെ ഓരോ വ്യക്തികളെ എടുത്ത് 7 ദൂതന്മാരെ വെളിപ്പെടുത്തി പഠിപ്പിച്ചൊന്നും പോകരുതേ. അതൊക്കെ വചനവിരുദ്ധമാണെന്നുള്ളതും ഇതിനകത്ത് ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ. ആരെല്ലാം ക്രിസ്തുവിന് മഹത്വമായിട്ടുള്ള ജീവൻ നയിക്കുന്നുവോ അത് ആൺപെൺ വ്യത്യാസമില്ലാതെ ദൈവസഭകളുടെ ദൂതന്മാരാണ്. ക്രിസ്തുവിൻ്റെ മഹത്വമായിട്ട് ജീവിപ്പാൻ വേണ്ടിയാണ് സുവിശേഷം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ സുവിശേഷം മുഖാന്തരം നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ മഹത്വം പ്രാപിപ്പാൻ, അവൻ്റെ ആ തേജസ് പ്രാപിപ്പാൻ, അവനോട് സദസ്യന്മാരായി തീരുവാൻ, അവൻ്റെ ആ ക്രിസ്തുവിന് മഹത്വമായിരിക്കുന്ന ജീവൻ നയിക്കുന്ന ഇന്ന് ഏത് വ്യക്തിയും ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ദൂത് വാഹകരാണ്. അവരെയാണ് നക്ഷത്രങ്ങളുടെ ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ 2-ാമത്തെ 25-ാം വാക്യോട് വായിച്ചിട്ട് ദൈവസഭയുടെ ദൂതന്മാരുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാം. ഇവിടെ ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ 25-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയ ആ എപ്പഫ്രോദിത്തോസിനെ സഭയുടെ ദൂതനായി ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുമ്പോൾ പറയുകയാണ്, അവൻ എൻ്റെ സഹോദരനാണ്, എൻ്റെ കൂട്ടുവേലക്കാരനാണ്, എൻ്റെ സഹപഠനാണ്, സഭയുടെ ദൂതനാണ്, എൻ്റെ ബുദ്ധിമുട്ടിനെ ശുശ്രൂഷിച്ചവനാണ്. അപ്പോൾ ദൈവസഭയുടെ ദൂതന്മാർ അവരുടെ സ്വഭാവ സവിശേഷതകൾ എന്നുള്ളത്
5 സ്വഭാവ സവിശേഷതയുള്ളവരാണ് കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന നക്ഷത്രങ്ങളാകുന്ന ശുശ്രൂഷകന്മാരായിരിക്കുന്ന ശുശ്രൂഷ വൃന്ദങ്ങൾ. അവർ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ജനിക്കപ്പെട്ടവരായതുകൊണ്ട് സഹോദര സ്നേഹമുള്ളവരായിരിക്കും. അതെ, സഹോദര സ്നേഹമുള്ളവർ. ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ജനിക്കപ്പെട്ടവർക്ക് ആ സഹോദര ബന്ധമുള്ളതായിരിക്കും. അതിനകത്ത് വലിപ്പച്ചെറുപ്പമോ ജാതി വ്യത്യാസങ്ങളോ അധികാര പദവികളോ ഒന്നുമില്ല. ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ജനിക്കപ്പെട്ടവരായതുകൊണ്ട് അവർ സഹോദര സ്നേഹമുള്ളവരായിരിക്കും. 2, അവർ സഭയം തോട്ടത്തിലെ കൂട്ടുവേലക്കാരായിരിക്കും. അതെ, ദൈവസഭയുടെ കാര്യങ്ങൾ ഒരു ഞായറാഴ്ച വന്ന് കടന്നുപോയി തിരിച്ചു വന്ന് പിന്നെയും കടന്നുപോയി തിരിച്ചു വരുന്നവർ അല്ല ദൈവസഭയുടെ കൂട്ടുവേലക്കാർ. സഭയോടുള്ള ബന്ധത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂട്ടായ്മ കാണിക്കുന്നവരായിരിക്കണം. അവിടുത്തെ മീറ്റിങ്ങുകൾക്ക്, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക്, സഭയുടെ ആവശ്യങ്ങൾക്ക് ചിലരുണ്ട് വന്നു പോകുന്ന യേശുവിൻ പേർ നിലനിർത്താൻ വേണ്ടി നിൽക്കുന്നവർ. അവർ സഭയുടെ ദൂതന്മാരാകത്തില്ല, കയ്യിലെ നക്ഷത്രങ്ങളാകത്തില്ല. ഒന്നും അറിയാതെ വേണേൽ വന്നിട്ട് പോകും, അവർ കുഴപ്പമില്ല. പക്ഷേ അതിനകത്ത് ഇടപെടുമ്പോൾ പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടായ്മ കാണിക്കുമ്പോൾ ഭാരമുണ്ട്, പ്രയാസമുണ്ട്. അതിനുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അല്ലാതെ വന്ന് അവനുമായിട്ട് വന്നിട്ട് പോകാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ സഭയാൻ തോട്ടത്തിലെ കൂട്ടുവേലക്കാരായിരിക്കും. 3, ആത്മീയ പോർക്കളത്തിൽ അടരാടുന്ന ഉത്തമ ഭടന്മാരായിരിക്കും. അവർ ഉത്തമ ഭടന്മാർ, ആത്മീയ പോർക്കളത്തിൽ അടരാടുന്ന ഉത്തമ ഭടന്മാരായിരിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല. ആത്മീയ പോർക്കളത്തിൽ, പ്രാർത്ഥനയിൽ, അതേ പ്രവർത്തനങ്ങളിലൊക്കെ ദൈവത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കാണിച്ചു കൊടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാനുള്ള അടരാടുന്ന ഉത്തമ ഭടന്മാരായിരിക്കും. ദൂതറിയിക്കുന്നതിൽ വിശ്വസ്ത പുലർത്തുന്നവരായിരിക്കും. ദൈവം പറയുന്നത് മാത്രമേ പറയുകയുള്ളൂ. അവൻ്റെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യത്തില്ല. വിശ്വസ്ത ദൂത് അറിയിക്കുന്നത് ചേർക്കാതെ, വചനത്തിൽ കൂട്ടുചേർക്കാതെ ദൈവം തരുന്നത് മാത്രം അറിയിക്കുന്നതാണ് വിശ്വസ്ത പുലർത്തുന്നവരായിരിക്കും. ദൈവശുശ്രൂഷയിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഉപേക്ഷിച്ചു പോകാതെ ശുശ്രൂഷ നിറപടിയായി കൂടെ നിൽക്കുന്നവരായിരിക്കും ദൈവസഭയുടെ ദൂതന്മാർ. ദൈവസഭയുടെ കർത്താവിൻ്റെ കരങ്ങളിലിരിക്കുന്ന 7 നക്ഷത്രം കാണിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈ സ്വഭാവ വിശേഷതയുള്ളവർ ദൈവത്തിൻ്റെ കയ്യിലെ നക്ഷത്രങ്ങളാണ്. രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിൽ വലത് കൈയിലിരിക്കുന്ന നക്ഷത്രങ്ങൾ ദൈവമേ, അത് ദൈവസഭയുടെ ദൂതന്മാരെ കാണിക്കുന്നല്ലോ. അവർ സഹോദര സ്നേഹമുള്ളവരാണല്ലോ, അവർ കൂട്ടുവേലക്കാരാണല്ലോ, അവർ ആത്മീയ പോർക്കളത്തിൽ അടരാടുന്ന ഉത്തമ ഭടന്മാരായിരിക്കുമല്ലോ. ദൂതരേക്ക് വിശ്വസ്ത പുലർത്തുന്നവരും പ്രയാസങ്ങൾ വരുമ്പോൾ നിർത്തിപ്പോകുന്നവരുമല്ല, ശുശ്രൂഷ നിറപടിയായി നിർവഹിക്കുന്നവരുമായിരിക്കുമല്ലോ. രാത്രി കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. രാത്രി നാം ശുശ്രൂഷ ബന്ധത്തിൽ ഉൾപ്പെടുന്നവരാണോ? അത് ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്നവരാണോ? അതല്ല എങ്കിൽ ഇന്ന് രാത്രി പോകണം, കർത്താവേ, എന്നെ സഭയുടെ ദൂതന്മാരായി തീരുവാൻ, ഈ കാലഘട്ടത്തിൽ വെളിച്ചം പകരുവാൻ, ഇരുളായിരിക്കുന്ന അനേക സഭകളിൽ, സ്ഥലങ്ങളിൽ, സഭകൾ ദിവസങ്ങളിൽ വഴക്കിലേക്കും ബഹങ്ങളിലേക്കും പണക്കത്തിലേക്കും ഇരുളിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാർത്ഥമായ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ദൈവസഭകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദിവസങ്ങൾ അടരാടി പ്രാർത്ഥിക്കുക. ഏത് വിധത്തിലെങ്കിലും സഭയെ ഇല്ലാതാക്കി കളയുവാൻ, ഉടച്ചു കളയുവാൻ, ദൈവസഭയുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തി കളയുവാൻ, അതിൻ്റെ വെളിച്ചമില്ലാതാക്കി കളയാൻ വേണ്ടി ശത്രു അടരാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ശക്തിയോടെ പോരാടുന്ന ദൈവത്തിൻ്റെ കയ്യിലെ കരങ്ങളിലെ നക്ഷത്രങ്ങളായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന്ന് രാത്രി ദൂതറിയിക്കുമ്പോൾ നമുക്ക് ദിവസം സമർപ്പിക്കാം. കർത്താവേ, നിൻ്റെ ദൂതറിയിക്കുവാൻ എന്നെ നിൻ്റെ കയ്യിൽ വഹിക്കുന്ന ഒരു ദൂതുവാകിയാക്കി മാറ്റണമേ. എന്നിൽ ദൈവത്തിൻ്റെ സഹോദര സ്നേഹം തരണമേ. എനിക്ക് സഭയാം തോട്ടത്തിലെ കൂട്ടുവേലക്കാരായി തീരുവാനുള്ള കൃപ നൽകണമേ. അതെ, ആത്മീയ പോർക്കളത്തിൽ അടരാടുവാനുള്ള ഉത്തമ പഠനമായിരിക്കാനുള്ള ദൈവകൃപൻ്റെ മേൽ പകരപ്പെടണമേ. ദൂതറിയിക്കുന്നതിൽ വിശ്വസ്ത പുലർത്തുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, ശുശ്രൂഷകൾ നിറപടിയായി നിർവഹിച്ച് അങ്ങയുടെ വരവെങ്കിൽ എടുക്കപ്പെടുക, അതല്ലെങ്കിൽ എൻ്റെ അന്ത്യശ്വാസം വരെയും അങ്ങയുടെ കൃപയ്ക്കൊത്തോണം നിലനിർന്ന വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ദൈവമായ കർത്താവിനെ സഹായിക്കണമേ. 6-ാം നൂറ്റാണ്ടിൽ എപ്പപ്രോത്തോത്തിയോസ് ഇതുപോലുള്ള ഒരു ദൂതനായിരുന്നെങ്കിൽ ഈ സമയത്തും അനേകരുടെ പേരുകൾ പറയുവാൻ ദൈവമടിയാക്കട്ടെ. സന്ദേശം കേൾക്കുന്നവരെ ദൈവത്തിൻ്റെ കൈക്കണങ്ങിയ ആയുധങ്ങളാക്കി ദൈവത്തിന് ദൂതറിയിക്കുന്ന ദൂതഗണങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. വളർച്ചയുടെ ഉന്നത സ്ഥലങ്ങളിലേക്ക് ഉയർത്തപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുന്നത് സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവം വെച്ചാൽ നാളെ നമുക്ക് വീണ്ടും കൂടാം. അതുവരെയും ദൈവത്തിൻ്റെ വിരിക്കപ്പെട്ട ചെറിയ കീഴിൽ മറയപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.